ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു വേറെ ലെവല് ട്വിസ്റ്റഡ് ഇൻവെസ്റ്റിഗേഷൻ ഹിന്ദി ത്രില്ലർ കഥയാണ്. കഥയുടെ പേര് നിർദോഷ്. ആവശ്യത്തിൽ കൂടുതൽ ട്വിസ്റ്റുകളും ത്രില്ലിങ്ങും ഈ കഥയിലുണ്ട്. അതായത് ഒരു വളരെ സാധുവായിട്ടുള്ള ഒരു കുഞ്ഞ് മകനുള്ള വീട്ടമ്മയായ ഭാര്യ ഒരു കൊലപാതകത്തിൽ പെട്ടുപോവാണ്. പോലീസിന് ആ കേസ് സോൾവ് ചെയ്യാൻ പറ്റാതായപ്പോൾ ആ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയാണ്. അതിന്റെ പിന്നിൽ അന്വേഷണത്തിൽ കുറേയധികം ട്വിസ്റ്റുകളാണ് റിവീൽ ആയത്. അവസാനം കഥ കഴിഞ്ഞെന്ന് വിചാരിക്കുമ്പോൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത നമ്മളെ വല്ലാതെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു അടിപൊളി ട്വിസ്റ്റ് എൻഡിങ്ങോട് കൂടിയാണ് ഈ കഥ അവസാനിക്കുന്നത്. അപ്പോൾ കഥയെക്കുറിച്ച് ഇനി അധികമൊന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഞാൻ കളയുന്നില്ല. കഥയിലേക്ക് പോകുന്നതിന് മുൻപ് എല്ലാ കൂട്ടുകാരും ഇപ്പൊ തന്നെ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഇതിലും അടിപൊളി കഥകൾക്കായിട്ട് ട്വിസ്റ്റ് മലയാളി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ തുടങ്ങല്ലേ. ഈ കഥയുടെ ആരംഭത്തില് പൂജ എന്ന ഒരു പെൺകുട്ടിയെ അവള് ആരെയോ കൊലപ്പെടുത്തിയതിന് പോലീസ് ടീം ജനമധ്യേ പിടിച്ചു വലിച്ച് കൂട്ടിക്കൊണ്ടു പോവാണ്. എന്നാൽ നെയ്ബേഴ്സും അതുപോലെ പ്രസ് മീഡിയ എല്ലാം പറയുന്നത് പൂജ അവള് നമ്മുടെ കൂടെ ഒരേ മീഡിയയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അവളൊരു പാവം പെൺകുട്ടിയാ, അവൾക്ക് ആരെയും കൊല്ലാൻ പറ്റില്ല. പോലീസ് അവളുടെ മേലെ കുറ്റം ചുമത്തിയതാണ്. അതായത് നമ്മുടെ നായിക പൂജയില്ലേ, അവള് അവളുടെ ന്യൂസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന അതേ സമയത്താണ് അവള് ആരെയോ കൊലപ്പെടുത്തുന്നില്ല പഴി വീഴുന്നത്. ഇനിയിപ്പോ പൂജ നിരപരാധി ആയിരിക്കോ, അല്ലെങ്കിൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവർ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കോ എന്ന കാര്യം മാത്രം വ്യക്തമല്ല. അങ്ങനെ പൂജയെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയപ്പോൾ മീഡിയ ഒക്കെ ഏറ്റെടുക്കുകയും ചെയ്തില്ലേ. അപ്പോൾ ഇതൊരു വലിയ ഹൈപ്പുള്ള കേസായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ച് ഓഫീസർ ശിവയാണ് ഈ കേസ് അന്വേഷിക്കാൻ പോകുന്നത്. അപ്പോൾ അവരുള്ളിലേക്ക് പോകാൻ നോക്കുമ്പോൾ മീഡിയ ചോദിക്കുന്നുണ്ട്, പൂജ അവളൊരു കുറ്റവും ചെയ്തിട്ടില്ല, നിങ്ങൾ അവളുടെ മേലെ പഴി ചാരിയല്ലേ. അത് കേട്ടപ്പോൾ ശിവക്ക് കലിപ്പ് കയറിയിട്ട്, നിങ്ങൾ മീഡിയ തന്നെ ഒരാൾ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നങ്ങ് തീരുമാനിക്കാനാണെങ്കിൽ പിന്നെ ഈ നാട്ടിൽ കോടതിയും പോലീസും ഒന്നും വേണ്ടല്ലോ. എന്താ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പോലീസ് സ്റ്റേഷനും കോടതിയൊക്കെ അങ്ങ് അടച്ചുമുട്ടട്ടെ. അതല്ലെങ്കിൽ നമ്മൾ കേസ് അന്വേഷിച്ച് നോക്കിയിട്ട് കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഒന്ന് കണ്ടുപിടിക്കാനുള്ള അവസരം തരുമോ. അങ്ങനെ ദേഷ്യത്തില് നമ്മുടെ ശിവ ഉള്ളിലേക്ക് കയറാണ്. അപ്പോഴാണ് പൂജയുടെ ഹസ്ബൻഡ് ഗൗതം തന്റെ ചെറിയ കുഞ്ഞുമായിട്ട് വരുന്നത്. അപ്പോൾ മീഡിയ ചോദിക്കുന്നുണ്ട്, പോലീസ് പറയുന്ന പോലെ നിങ്ങളുടെ ഭാര്യ കൊലപാതകം ചെയ്തിട്ടുണ്ടോ? അവൾക്ക് ഒരു കൊലപാതകം ചെയ്യാനുള്ള ധൈര്യമൊന്നുമില്ല. പോലീസ് ഒരു തെളിവില്ലാതെ അവളെ ഫ്രെയിം ചെയ്തതാ. അതേ സമയത്ത് നമ്മുടെ പൂജയെ ചോദ്യം ചെയ്യാൻ ശിവ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. എന്നിട്ട് പൂജയുടെ നേരെ ഓപ്പോസിറ്റ് ഇരുന്ന് തന്റെ ലേഡി അസിസ്റ്റന്റിനോട് ചോദിക്കുന്നുണ്ട്, ക്യാമറ ഓണല്ലേ? ഇല്ല സാറേ, ഓൺ ചെയ്തിട്ടില്ല. എന്നാ ഓൺ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആരാന്ന് അവരോട് പറഞ്ഞു കൊടുക്കാം. പൂജ, എന്റെ പേര് ശിവ എന്നാണ്, ഞാൻ ക്രൈംബ്രാഞ്ച് ഓഫീസറാണ്. ചിലപ്പോൾ എന്റെ ഡ്രസ്സും കോലെല്ലാം കാണുമ്പോൾ ഞാൻ പോലീസാണെന്ന് പലർക്കും സംശയം തോന്നാറുണ്ട്. എന്നാൽ പുറമേ ഞാൻ പോലീസാണ് കാണിച്ചിട്ടില്ലെങ്കിലും എന്റെ ഉള്ളില് ഓരോ രക്തത്തുള്ളിലും പോലീസിന്റെ വീറും വാശിയുള്ള ബ്ലഡ് ഒഴുകുന്നത്. പിന്നെ ഞാൻ ഡീൽ ചെയ്ത ഒരു കേസും ഇതുവരെയായിട്ട് ഞാൻ സോൾവ് ചെയ്യാതിരുന്നിട്ടില്ല. ഇനിയിപ്പോ എനിക്ക് കൺഫേം ആവാണ് അവർ കുറ്റവാളികളാണെന്ന്. ഏകദേശം എല്ലാ തെളിവുകളും എനിക്ക് കിട്ടിയിട്ടും അവരുടെ പണബലവും സ്വാധീനവും ഉപയോഗിച്ച് അവരെ രക്ഷപ്പെടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരൊന്നിനും ഞാൻ വെറുതെ വിടാറുമില്ല. അങ്ങനെ ഒരു 60ഓളം കുറ്റവാളികളെ ഞാൻ എന്റെ ഗണ്ണുകൊണ്ട് ഷൂട്ട് ചെയ്ത് തീർത്തിട്ടുണ്ട്. ആ ക്രിമിനൽസ് ഒന്നും സാധാരണക്കാരല്ല, നല്ല തലയുടെ ടീംസാ. അവർക്കാർക്കും എന്റെ അടുത്ത് രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പൂജ, നീയും അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ഒരു ജേർണലിസ്റ്റ് അല്ലേ, അപ്പോൾ വെറുതെ എനിക്ക് പണി ഉണ്ടാക്കണ്ട. അപ്പോൾ ചെയ്ത കുറ്റം സമ്മതിച്ചാല് നമ്മുടെ രണ്ടുപേരുടെയും സമയം വെറുതെ കളയണ്ടല്ലോ. എന്നാലും പൂജ, സാറേ നിങ്ങൾ എന്താ പറയുന്നേ? ഞാൻ ആരും കൊന്നിട്ടൊന്നുമില്ല, പിന്നെ എന്തിനാ ഞാൻ കുറ്റേക്കുന്നേ? അപ്പൊ ശിവ, എനിക്ക് പറയാനുള്ള കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ നിനക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ആയിക്കോട്ടെ. എന്നിട്ട് ക്യാമറ ഓൺ ചെയ്യാൻ പറയാണ്. എന്നിട്ട് പൂജ, നീ പറയുന്ന പോലെ നീയല്ല അവരെ കൊലപ്പെടുത്തിയെങ്കിലേ പിന്നെ നിന്റെ കയ്യിൽ ഈ ഒരു മുറിവ് എങ്ങനെയാ വന്നേ? നീയും അവനുമായിട്ട് ഫൈറ്റ് നടന്നപ്പോ അതിനിടയിൽ പറ്റിയതല്ലേ ഇത്? അല്ല സാറേ, ഇത് അങ്ങനെ പറ്റുമെന്നല്ല, ഞാൻ കിച്ചണില് പച്ചക്കറി അരിയുമ്പോ കുക്കിംഗ് ചെയ്യുന്നതിനിടയിൽ പറ്റിയതാ. ഓഹോ, നീ അപ്പോ കൈയിന്റെ മേലെ വെച്ചിട്ട് പച്ചക്കറി കട്ട് ചെയ്യാ? പിന്നെ നിനക്ക് അറിയാൻ വേണ്ടി ഒരു കാര്യം പറയാം. ഫോറൻസിക് ടീം പറയുന്നത് ആ ഒരു വ്യക്തി കൊല്ലപ്പെടുന്നത് ഡിസംബർ 13-ാം തീയതി രാത്രി ഒരു 8-നും 10-നും ഇടയിലാണ്. അത് ആ വ്യക്തിയുടെ പോസ്റ്റ്മോർട്ടത്തിലൂടെ അവർ സ്ഥിരീകരിച്ചതാ. ഇതിപ്പോ നിന്നോട് എന്തിനാ ഞാൻ പറയുന്നതെന്ന് വെച്ചാല് അതേ ടൈമില് 8-ന്റെയും 10-ന്റെ ഇടയിൽ നീ അയാളുടെ വീട്ടിലുണ്ടായിരുന്നല്ലോ. എന്നാൽ നീ ഇല്ലാതൊന്നും പറയാൻ നോക്കണ്ട. കാരണം നിന്റെ ഫിംഗർ പ്രിന്റ് അതുപോലെ നീ അവിടെ വന്നു പോയതിന്റെ എല്ലാ തെളിവും ഉണ്ട്. അയാൾ മരണപ്പെട്ട അതേ സമയത്ത് നീ അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് നീ കൊല ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാല് നമ്മള് പോലീസുകാരെന്താ പൊട്ടന്മാരാന്ന് എന്റെ വിചാരം? എന്നാലും പൂജ, സാറേ നിങ്ങൾ ഈ പറയുന്നതൊന്നും സത്യമല്ല. ഞാൻ ആരെയും കൊന്നിട്ടില്ല. എനിക്ക് ചെറിയ 3 വയസ്സൊരു കുഞ്ഞുള്ളതാ. ആ കുഞ്ഞിനെ എന്നിൽ നിന്ന് പിരിക്കല്ലേ? അപ്പൊ ശിവ, ആഹാ, അതിപ്പോഴല്ല ഓർക്കണ്ടേ, ആ കൊലപാതകം ചെയ്യുന്നതിന് മുൻപ് നിന്റെ തലയിൽ വരണമായിരുന്നു. അതേ സമയത്ത് മറുഭാഗത്ത് നമ്മുടെ ഹീറോയുടെ അസിസ്റ്റന്റ് ഇല്ലേ, പൂജ സ്റ്റേ ചെയ്യുന്ന ആ ഒരു അപ്പാർട്ട്മെന്റിലെ സെക്രട്ടറി വിളിപ്പിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ സെക്രട്ടറി പറയുന്നത്, സാറേ ഈ പൂജയും ഫാമിലിയും കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മുടെ അപ്പാർട്ട്മെന്റിൽ തന്നെ സ്റ്റേ ചെയ്യുന്നത്. അവരൊരു പാവം പെൺകുട്ടിയാ, ആരോടും ഒരു പ്രശ്നത്തിന് പോകാറില്ല. അപ്പാർട്ട്മെന്റിൽ പല പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ എല്ലാവരെയും റെസ്പെക്ട് ചെയ്യാനും കുടുംബത്തിന്റെ കാര്യമൊക്കെ നല്ല രീതിയിൽ നോക്കും ചെയ്യുന്ന ഒരു നല്ല
നല്ല പെൺകുട്ടി അവര് കൊലപാതകം ചെയ്തിട്ടാവാനുള്ള സാധ്യതയില്ല സാറേ. അങ്ങനെ അടുത്തതായിട്ട് ആ ഒരു അപ്പാർട്ട്മെന്റിലെ ലിഫ്റ്റ് ഓപ്പറേറ്റർ വിളിച്ച് ചോദിക്കുമ്പോൾ അയാളും പറയുന്നത് സാറേ അവര് പാവാണ്, എന്നാൽ അധികം ആരോടും കൂടുതൽ സംസാരിക്കൊന്നുമില്ല, അവരായി അവരുടെ കുടുംബമായി, എനിക്കും അവര് കൊലപാതകം ചെയ്തിട്ടുണ്ടാവുമെന്ന് തോന്നുന്നില്ല സാറേ. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ ശിവയിലെ പൂജയോട് ചോദിച്ചില്ലേ നീ ആ കൊലപാതകം ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നിന്റെ ഫിംഗർ പ്രിന്റും എവിഡൻസ് ഒക്കെ അവിടെ എങ്ങനെയാ വന്നതെന്ന്. അപ്പോൾ അവള് പറയുന്നുണ്ട് സാറേ എന്നോട് ദേഷ്യമുള്ള ആരെങ്കിലും എന്നെ കൊടുക്കാൻ വേണ്ടി ഫ്രെയിം ചെയ്യാൻ വേണ്ടി ചെയ്തതായിരിക്കും. അപ്പൊ ശിവ ആഹാ അങ്ങനെയാണെങ്കിൽ നിന്നെ ആര് കൊടുക്കാൻ ശ്രമിക്കുന്നതെന്ന് നീ പറയുന്നേ, അങ്ങനെ നിനക്ക് അറിയുന്ന ഏതെങ്കിലും ശത്രു നിനക്കുണ്ടോ? എന്നാലും പൂജ ഇല്ല സാറേ, അങ്ങനെ എനിക്ക് ശത്രുക്കൾ ആരുമില്ല, എനിക്കറിയില്ല സാറേ. അപ്പൊ ശിവ അവർ ക്യാമറ ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ട് അല്ല പൂജ നീ എന്തിനാ വെറുതെ നിന്റെ എന്റെ ഈ സമയം വെറുതെ കളയുന്നേ, നീ ചെയ്ത കുറ്റം അങ്ങ് സമ്മതിച്ചേക്ക്. ഇല്ല സാറേ ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല, ആരോ എന്നെ ഫ്രെയിം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിന്റെ ഹസ്ബൻഡിനെ വരെ നിനക്ക് സംശയമുണ്ടോ? അതായത് നീയല്ലാതെ അവന് വേറെ ഏതെങ്കിലും പെൺകുട്ടിയായിട്ട് റിലേഷൻ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ നിന്നെ കുടുക്കി അവന്റെ ലൈഫിൽ നിന്ന് അങ്ങ് മാറ്റി കഴിഞ്ഞാല് പിന്നെ അവനാ റിലേഷനായിട്ട് മുന്നോട്ട് പോകാലോ. എന്നാൽ പൂജ ഇല്ല സാറേ അങ്ങനെ ഒരുത്തിനല്ല ഗൗതം, നമ്മള് പ്രണയിച്ച് കല്യാണം കഴിച്ചതാ, നമ്മള് രണ്ടുപേരും വളരെ സാറ്റിസ്ഫൈ ജീവിക്കുന്ന ഹാപ്പി കപ്പിൾസ് ആണ്. പൂജ തന്റെ പ്രണയത്തെക്കുറിച്ചും കല്യാണത്തെക്കുറിച്ചും പറയുമ്പോൾ ആ ഒരു വിഷ്വൽസ് ഒക്കെ ഒരു ചെറിയ സോങ്ങിലൂടെ നമ്മൾ കാണുകയാണ്. അപ്പോൾ ശിവ പറയുന്നുണ്ട് അല്ല പൂജ ഇതൊരു സീരിയൽ പോലെ അല്ലെങ്കിൽ ഒരു ഡ്രാമ പോലെ കൊണ്ടുപോകാൻ നിന്റെ താല്പര്യം, എന്നാൽ ഇതൊരു മർഡർ മിസ്റ്ററിയാണ്, ആ കൊലപാതകത്തിന് പിന്നിലെ രഹസ്യം അതങ്ങ് പറഞ്ഞേക്കേ. അപ്പൊ പൂജ സാറേ ചെയ്യാത്ത കുറ്റം ഞാൻ എങ്ങനെയാ നിങ്ങൾ കണ്ടുപിടിക്കാനിരിക്കല്ലേ, നിങ്ങൾ എങ്ങനെയും കണ്ടുപിടിക്കും. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ അപ്പാർട്ട്മെന്റിലെ സെക്യൂരിറ്റി വിളിപ്പിച്ചിട്ട് നമ്മളെ പൂജയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അല്ല നിനക്ക് അവരെ കുറിച്ച് എന്താ അഭിപ്രായം, അവരുടെ ഭാഗത്ത് നിന്ന് ഒരു കൊലപാതകമൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ടോ? അവരൊരു ചാൻസ് ഇല്ല സാറേ. പിന്നെ ഞാൻ കുറെ അധികം ഈ മർഡർ മിസ്റ്ററി സ്റ്റോറീസ് ഒക്കെ വായിക്കാറുണ്ട്, അതിൽ എങ്ങനെ പോയാലും അവസാനം പോലീസ് പിടിച്ച ആളായിരിക്കില്ല കൊലയാളി. അപ്പൊ അസിസ്റ്റന്റ് പറയുന്നുണ്ട് നിന്നോട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഓഫീസർ ആവാൻ ഞാൻ പറഞ്ഞില്ല, സാറ് തൽക്കാലം ചോദിച്ച ചോദ്യത്തിന് മറുപടി മാത്രം പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞുവിടാണ്. അടുത്തതായിട്ട് ആ ഒരു അപ്പാർട്ട്മെന്റിലും അതുപോലെ നമ്മുടെ പൂജയുടെ വീട്ടിലും ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരുണ്ട്, ഇവളുടെ പേര് ലക്ഷ്മി എന്നാണ്, അവളെ വിളിപ്പിക്കുകയാണ്. എന്നിട്ട് അവരോട് അല്ല ലക്ഷ്മി നിന്റെ ഓണർ പൂജ മാഡം അവരെങ്ങനെയാ? അവര് പാവാ സാറേ, ആരോടും ഒരു വഴക്കിനോ പ്രശ്നത്തിനോ ഇല്ല, സ്വന്തം ഹസ്ബൻഡിനോട് പോലും കുറച്ച് ശബ്ദമുയർത്തി അവർ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല, അത്രക്ക് പാവൊരു ചേച്ചിയാ. ഞാൻ ആ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യും, അതുപോലെ അവര് കുഞ്ഞിനെ നോക്കും, അപ്പോഴൊക്കെ അവരും എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്, എപ്പോഴും അവർക്ക് കുഞ്ഞ് ഭർത്താവ് ആ ഒരു ചിന്ത മാത്ര. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് പൂജയോട് ശിവ ചോദിക്കുന്നുണ്ട് അല്ല നിനക്ക് നിന്റെ കുഞ്ഞിന്റെ മേലെ ഇത്രയൊക്കെ കൺസേൺ വരാൻ കാരണം എന്താ? അല്ല സാറേ ഞാനൊരു അമ്മയല്ലേ, എല്ലാ അമ്മമാർക്കും അവരുടെ മക്കളെ കുറിച്ചല്ലാതെ പിന്നെ ആരെ കുറിച്ച് ചിന്തിക്കാനാ? എനിക്ക് എന്റെ ലോകം തന്നെ എന്റെ കുഞ്ഞാണ്, എന്റെ ജോലി തന്നെ കുറച്ചു നാളത്തേക്ക് മാറ്റിവെച്ച് അവന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് ഞാൻ മനസ്സ് കരുതിയതാ. എന്നാൽ കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനും ഹസ്ബൻഡും കൂടി ഈ ഒരു മുംബൈ സിറ്റിയിൽ തന്നെ ഒരു വലിയ അപ്പാർട്ട്മെന്റിൽ ഒരു ഫ്ലാറ്റ് EMIക്ക് വാങ്ങിയതാ. അപ്പോൾ അതിന്റെ EMI എമൗണ്ട് തന്നെ കുറെ കൂടുതലാ. ഈ ടൈമിൽ എന്റെ കുഞ്ഞിനെ ഓർത്തിട്ട് ഞാൻ ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ എന്റെ കുടുംബത്തിന്റെ അവസ്ഥ മൊത്തം കയ്യിന്ന് പോകും, എല്ലാ പ്രഷറും ഗൗതമിന്റെ തലയിൽ മാത്രമേ പോകും. അതുകൊണ്ട് വേറെ നിവൃത്തിയില്ലാതെയാണ് എന്റെ കുഞ്ഞിനെ മറന്നിട്ട് ഞാൻ ജോലിക്ക് പോകാൻ ഒരുങ്ങി. പിന്നെ ഞാൻ ജോലി ചെയ്യുന്നത് ഒരു ജേർണലിസ്റ്റ് ആയിട്ടല്ലേ, അതുകൊണ്ട് ചാനൽ ഓഫീസിലേക്ക് രാവിലെ കയറി കഴിഞ്ഞാൽ പിന്നെ രാത്രി വല്ലാതെ ലേറ്റ് ആയിട്ട് തിരിച്ചു വരാൻ പറ്റും. ആ സമയത്ത് എന്റെ കുഞ്ഞിന്റെ കാര്യം ലക്ഷ്മി നോക്കുന്നുണ്ടാ എനിക്ക് കുറച്ചെങ്കിലും സമാധാനം. അപ്പൊ ശിവ അതവിടെ നിൽക്കട്ടെ, നിങ്ങളുടെ ഫ്ലാറ്റിലെ പേയിങ് ഗസ്റ്റ് ആയിട്ട് ഒരു പെൺകുട്ടി സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ തോന്നാൻ കാരണം എന്താ? ആരാ സജസ്റ്റ് ചെയ്തേ? അത് സാറേ ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ EMIയും അതുപോലെ ചെലവൊക്കെ വല്ലാതെ കൂടിയപ്പോ എങ്ങനെയെങ്കിലും ഈ ഒരു ചെലവുകളൊക്കെ അടച്ചു വിടണ്ടേ. അപ്പോഴാണ് എന്റെ ഫ്രണ്ട് ഇതുപോലെ ഒരു പേയിങ് ഗസ്റ്റിനെ അവളുടെ വീട്ടിൽ സ്റ്റേ ചെയ്യിപ്പിക്കുന്ന കാര്യവും മാസം നല്ലൊരു ഏർണിങ്സ് കിട്ടുന്ന കാര്യം പറയുന്നത്. ഇപ്പോഴാണെങ്കിൽ ഞാൻ ഹസ്ബൻഡ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ലക്ഷ്മി ഒറ്റയ്ക്ക് കുഞ്ഞിനെ നോക്കിയിട്ടല്ലേ ഫ്ലാറ്റിൽ ഉണ്ടാവുക, അതുകൊണ്ടാണ് പേയിങ് ഗസ്റ്റ് ആയിട്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്ന് ചോദിച്ചിട്ട് ഒരു ആഡ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ആഡ് കണ്ടിട്ട് ആദ എന്നൊരു പെൺകുട്ടി നമ്മൾ വിളിച്ച് കോൺടാക്ട് ചെയ്തിരുന്നു. എന്നാൽ ആദ മറ്റൊരു സിറ്റിയിൽ നിന്ന് മുംബൈ സിറ്റിയിൽ വന്ന് സ്റ്റേ ചെയ്യുന്നതാണ്. കുറെ നാളായിട്ട് അവളൊരു വാടക വീട് നോക്കിയിട്ട് സെറ്റ് ആവാതായപ്പോഴാണ് അവളെ ആഡ് കാണുന്നതും അങ്ങനെ വിളിച്ച് സംസാരിച്ച് അവസാനം കൺഫേം ചെയ്യുന്നതും. അങ്ങനെ പൂജയാണ് ഗൗതമിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഗൗതമിന്റെ സമ്മതം വാങ്ങുന്നതും നമ്മുടെ ഫ്ലാറ്റിൽ ഒരു പേയിങ് ഗസ്റ്റ് ആയിട്ട് ആദ വരുന്നതും. വീട്ടിലേക്ക് വന്ന ശേഷം അവള് നല്ല കാഷ്വലായിട്ട് നമ്മുടെ കുടുംബത്തിൽ ഒരാളെ പോലെ തന്നെയായിരുന്നു, എന്റെ കുഞ്ഞിനോട് നല്ല കാര്യമായിരുന്നു. അവളാണെങ്കിൽ ഒരു മോഡലാണ്, അതുകൊണ്ട് തന്നെ അവൾക്ക് ഒരു ദിവസം സിനിമയുടെ ഓഡീഷനാന്ന് പറഞ്ഞിട്ട് കുറച്ച് ഷോർട്ട് ആയിട്ടുള്ള ഒരു മോഡേൺ ഡ്രസ്സും ധരിച്ചിട്ടാ അവളൊന്ന് വീട്ടിൽ നിന്ന് പോയെ. അങ്ങനെ ആദ ലിഫ്റ്റിൽ കയറിയപ്പോ നമ്മുടെ ലിഫ്റ്റ് മാനില്ലേ അവളുടെ ഡ്രസ്സ് കണ്ടിട്ട് പവൻ തരിച്ച് നോക്കി നിൽക്കുകയാണ്. അതേ സമയത്ത് അതേ ലിഫ്റ്റില് അവരുടെ ഫ്ലാറ്റിൽ തന്നെയുള്ള വേറൊരാൾ കൂടെ ഉണ്ട്, ഇവന്റെ പേര് റാണ എന്നാണ്, അവനും അതുപോലെ തന്നെ അവളെ സ്കാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ അടുത്ത നിലയിലെത്തിയപ്പോ അവിടെ നിന്ന് നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി കയറുകയാണ്. അയാളും ആദയുടെ ഡ്രസ്സ് നോക്കിയിട്ട് എന്തോ ഇഷ്ടപ്പെടാത്ത പോലെ പെരുമാറുകയാണ്. അങ്ങനെ ലിഫ്റ്റ് താഴെ എത്തിയപ്പോ അവളവിടെ നിന്ന് പോകുമ്പോ എല്ലാ ആളുകളും ഇല്ലേ അവളുടെ സൗന്ദര്യത്തിൽ തരിച്ചു നിന്ന് പോയിട്ടുണ്ട്. അപ്പൊ സെക്യൂരിറ്റി അല്ല ഇവരേതാ? സെക്രട്ടറി പറയുന്നുണ്ട് അത് ഗൗതമിന്റെ വീട്ടിലേക്ക് പുതുതായിട്ട് വന്നതാ. എന്നാൽ റാണയാണെങ്കിൽ അവളുടെ മേത്ത് നിന്ന് കണ്ടെടുത്തിട്ടില്ല. അല്ല റാണ മെയിൻ്റെനൻസിന്റെ കുറച്ച് പൈസ കിട്ടാണ്ടായിരുന്നു, ഇതുവരെ കിട്ടിയിട്ടില്ല, കുറെ നാളായി. എന്റെ സെക്രട്ടറി നിങ്ങളുടെ പൈസയും കൊണ്ട് ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, ഇങ്ങനെ പബ്ലിക് ആയിട്ടാണോ പൈസയുടെ കാര്യം പറയാ? ഇപ്പൊ തന്നെ ഞാൻ പൈസ എടുത്തിട്ട് വരാം. അതും പറഞ്ഞിട്ട്
പറഞ്ഞ് നേരെ ഫ്ലാറ്റിലേക്ക് പോയിട്ട് അവന്റെ പേഴ്സ് നോക്കുമ്പോൾ കാണുന്നില്ല. അപ്പൊ ഭാര്യ പിടിച്ചു വലിച്ചിട്ട് എവിടെയാണ് എന്റെ പേഴ്സ്? ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല. നിനക്ക് അറിയില്ലാന്നോ? അതും പറഞ്ഞിട്ട് അവൾ വല്ലാതെ ഉപദ്രവിക്കുകയാണ്. നീ ഒരു കാര്യം ചെയ്യ്, ആ ഡ്രോയിലുണ്ടോ നോക്ക്, കൈയിട്ടെടുക്ക്. അങ്ങനെ അവൾ അത് എടുക്കാൻ നോക്കുമ്പോൾ അയാൾ ആ ഡ്രോയുടെ ഡോറ് ലോക്ക് ചെയ്യാണ്. അവള് വേദനയിൽ വല്ലാതെ പൊളയുമ്പോ ചിലപ്പോ ഇവിടെ ഉണ്ടാവില്ല, എന്റെ കാറിലിരിക്കും, ഞാൻ പോയി നോക്കിക്കോളാം. എന്നാൽ അവന്റെ ഭാര്യ ഗൗരിയില്ലേ, അവളുടെ കൈ വല്ലാതെ വേദനയായിട്ടുണ്ട്. അവള് അറിയാതെ കരഞ്ഞു പോവാണ്. എന്നാൽ റാണിയുടെ ഫ്ലാറ്റ് നമ്മുടെ ഹീറോയിൻ പൂജയുടെയും അതുപോലെ ഗൗതമിന്റെയും ഫ്ലാറ്റിന്റെ തൊട്ടരികിലാണ്. അവരവിടെ നടന്ന ശബ്ദമൊക്കെ കേട്ടിട്ടുണ്ട്. കുറച്ച് നാളായില്ലേ നമ്മൾ ശ്രദ്ധിക്കുന്നത്. അയാളുടെ ഭാര്യയെ വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ടല്ലോ. പിന്നെ പൂജ, അവന്റെ ഭാഗത്തുനിന്ന് നിനക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ലല്ലോ? ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ലെന്ന് ചോദിച്ചാല് അങ്ങനെ എന്തോ പറയാൻ വരികയാണ്. അപ്പൊ ഗൗതം ധൈര്യമായിട്ട് പറ, എന്താ അത്? ഇടക്കിടക്ക് ലിഫ്റ്റിൽ വെച്ച് അയാളെ കാണാറുണ്ട്. അപ്പോൾ അയാളൊരു വൃത്തികെട്ട ഒരു തുറിച്ച നോട്ടം നോക്കും, ഒരുമാതിരി ദഹിപ്പിക്കുന്ന പോലെ. എന്തോ ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യാറുണ്ട്. അല്ല പൂജ, എന്നിട്ട് എന്തുകൊണ്ടാ ഇത്രയും നാള് നീ എന്നോട് ഇതിനെക്കുറിച്ച് പറയാത്തെ? അങ്ങനെ അവർ ആണെ തല്ലാൻ പോകുമ്പോ പൂജ പറയുന്നുണ്ട്, ഇത് ഈ നാട്ടിൽ നടക്കുന്ന കാര്യ, ഇവിടെ മാത്രമല്ല ലോകത്ത് മൊത്തം നടക്കും. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇതുപോലെ നരമ്പ് രോഗമുള്ള കുറേയധികം ആളുകളുണ്ടാവും. അവരെയൊക്കെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ചിലപ്പോൾ ഇയാളെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഇതുപോലെ സൊസൈറ്റിയിലുള്ള എല്ലാ ആളുകളെയും നമുക്ക് തടുക്കാൻ പറ്റുമോ? ഇപ്പോൾ എന്റെ ഭാര്യയ്ക്ക് പ്രശ്നം ഉണ്ടാക്കിയത് അത് ഇവനല്ലേ, ഇവന്റെ കാര്യം ഇപ്പോൾ തീരുമാനിക്കാം, ബാക്കിയുള്ളത് നമുക്ക് പിന്നെയാക്കാം. അങ്ങനെ കയ്യിലൊരു കത്തിയായിട്ട് അവന്റെ റൂമിലേക്ക് പോകാൻ നോക്കുമ്പോൾ അവരുടെ കുഞ്ഞു കരയാണ്. അങ്ങനെ ഗൗതമിനെ പൂജ സമാധാനിപ്പിക്കുകയാണ്. അടുത്ത സീനില് പ്രസന്റില് നമ്മുടെ ശിവയിലെ പൂജയോട് പറയുന്നുണ്ട്, കൂടുതൽ കഥ പറഞ്ഞു നീട്ടണ്ട, ആ കൊലപാതകം ചെയ്യാന് നിന്റെ ഭർത്താവിന് മോട്ടീവ് ഉണ്ടോ എന്ന് അറിയണ്ടേ? നിന്റെ ഹസ്ബൻഡിന് ആദ്യമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടായിരുന്നോ? ഇല്ല സാറേ, അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടായിട്ടില്ല. അപ്പോഴാണ് നമ്മുടെ കമ്മീഷണർ ഫോൺ ചെയ്യുന്നത്. അല്ല ശിവ, ചോദ്യം ചെയ്യൽ എന്തായി? അവള് ചെയ്ത കുറ്റം സമ്മതിച്ചോ? ഇല്ല സാറേ, അവളൊന്നും വിട്ടു പറഞ്ഞിട്ടില്ല. എന്തോ ഡ്രാമ ഇറക്കുന്ന പോലെ ഒരു പേടിയൊക്കെ അഭിനയിച്ച് അവള് നിരപരാധിയെ പോലെ ചമഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ കമ്മീഷണർ, താൻ പറഞ്ഞ ഇപ്പോൾ കിട്ടിയ തെളിവുകള്, അതായത് അവളുടെ കയ്യിലെ മുറിവ്, അതുപോലെ അയാൾ മരണപ്പെടുന്ന സമയത്ത് അവൾ ആ ലൊക്കേഷൻ ഉണ്ടായിരുന്നു, ഈ ഡീറ്റെയിൽസ് മാത്രം വെച്ച് നമുക്ക് ഈ കേസ് കോടതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് കിട്ടിയേ മതിയാവും. അവള് ചെയ്ത കുറ്റം സമ്മതിച്ചു കഴിഞ്ഞാല് പിന്നെ നമുക്ക് ടെൻഷനില്ല. അതുപോലെ കൊല ചെയ്യാനുള്ള കാരണം, കൊല ചെയ്യാൻ ഉപയോഗിച്ച ആയുധം, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? ഇല്ല സാറേ, അന്വേഷിച്ചോണ്ടിരിക്കുക. നിനക്ക് ഒരു ദിവസം ടൈം തരാം, അതിനുള്ളിൽ വേഗം കണ്ടുപിടിക്കാൻ നോക്ക്. അങ്ങനെ ശിവയാണെങ്കിൽ വല്ലാതെ ദേഷ്യത്തിനുള്ളിലേക്ക് പോകണം. അതേ സമയത്ത് നമ്മുടെ ഹീറോയിൻ പൂജ കഴിഞ്ഞ ഒരു ദിവസമായിട്ട് ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല. അങ്ങനെ ചെറുതായിട്ട് ടയർഡ് ഫീൽ ചെയ്യുമ്പോൾ അസിസ്റ്റന്റിന് മനസ്സിലായിട്ടിട്ട് ഇവൾക്ക് പനിക്കുന്നുണ്ട്. അപ്പോഴാണ് ശിവ ഉള്ളിലേക്ക് വരുന്നത്. അപ്പോൾ അസിസ്റ്റന്റ്, സാറേ അവർക്ക് പനിക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. കഴിഞ്ഞ ഒരു ദിവസമായിട്ട് അവരൊന്നും കഴിച്ചിട്ടില്ല. അതുമാത്രമല്ല അവരുടെ സംസാരം കേട്ടിട്ട് അവരല്ലേ കൊലപാതകം ചെയ്തെന്ന് തോന്നുന്നുണ്ട്. അവരൊരു പാവം തോന്നുന്നുണ്ട്. നിനക്ക് ഈ ക്രിമിനൽസിനെ കുറിച്ച് അറിയട്ടെ, അവര് പാവമായിട്ട് അഭിനയിക്കും, അതുപോലെ സ്മാർട്ടായിട്ട് അഭിനയിക്കും. നമ്മളതിൽ വീഴാൻ പാടില്ല. അവള് തന്നെ കൊല ചെയ്തതെന്ന് എനിക്ക് നല്ല ഉറപ്പാ. അപ്പോൾ അതിന്റെ എവിഡൻസ് കണ്ടെത്തിയാൽ മതി. എന്നിട്ട് പൂജ, മതി തളർന്ന പോലെ അഭിനയിച്ചത്, എഴുന്നേക്കെന്ന് പറഞ്ഞിട്ട് അവളുടെ മുഖത്ത് തട്ടിയിട്ട് അവളോട് ചോദിക്കുന്നുണ്ട്, ആദാ അവള് നിന്റെ വീട്ടിൽ വന്നിട്ട് പിന്നെ സംഭവിച്ച കാര്യം പറ. അവള് വീട്ടിലേക്ക് വന്ന ശേഷം നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ വളരെ ഹാപ്പി ആയിട്ട് തന്നെയായിരുന്നു നമ്മുടെ ലൈഫ് മുന്നോട്ട് പോയിരുന്നത്. അതായത് എന്റെ അനിയത്തിയെ പോലെ എന്റെ കുഞ്ഞിന്റെ കാര്യം നോക്കുക, എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. എന്നാൽ എന്തുകൊണ്ടാണെന്നറിയില്ല, നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ലക്ഷ്മിയില്ലേ, അവൾക്ക് ആദ വന്നതും ആദയുടെ പെരുമാറ്റമൊന്നും തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ആ ഒരു ഫീലിംഗ് അവളുടെ പെരുമാറ്റത്തിലും ചില സംസാരത്തിലൊക്കെ എനിക്ക് മനസ്സിലായതാ. ഈ ഒരു ചെറിയ പ്രോബ്ലം അല്ലാതെ വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതേ സമയത്ത് നമ്മുടെ ലക്ഷ്യം വിളിച്ചിട്ട് മറ്റൊരു അസിസ്റ്റന്റ് ഇല്ലേ അങ്ങനെ ചോദ്യം ചെയ്യാണ്, അല്ല പൂജയുടെ വീട്ടില് പേയിങ് ഗസ്റ്റ് ആയിട്ട് ആദ എന്നൊരു പെണ്ണ് വന്നില്ലേ, അവരോട് നിങ്ങൾക്ക് എന്തോ ചെറിയ ഇഷ്ടക്കേടുണ്ട് എന്നൊക്കെ ഞാൻ അറിഞ്ഞല്ലോ. അത് സാറേ, അവളുടെ സ്വഭാവം അത്ര നല്ലതല്ല. അത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാല് അവളെ ഏതോ ഒരു പയ്യൻ പലപ്പോഴും വന്നിട്ട് പിക്ക് ചെയ്ത് കൂട്ടിക്കൊണ്ട് പോകാറുണ്ട്. അതുമാത്രമല്ല അവളുടെ ഒരു സ്റ്റൈലും ഡ്രസ്സും ആ പയ്യനെ പോലെ പലരുമായിട്ട് അവൾക്ക് മോശപ്പെട്ട റിലേഷൻ ഉണ്ട് എന്ന് എനിക്ക് ഉറപ്പാ. അത് നമ്മൾ കണ്ടുപിടിച്ചോളാം. അതേ സമയത്ത് ശിവയില്ലേ പൂജയോട് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പൊ എന്താ പറഞ്ഞിരുന്നേ, നിന്റെ ഹസ്ബൻഡിന് കൊലപാതകം ചെയ്യാനുള്ള ഒരു മോട്ടീവ് ഇല്ലാന്നോ, അതുപോലെ അവൻ ഭയങ്കര മാന്യനാന്നോ? അപ്പൊ പൂജ, എന്റെ ഹസ്ബൻഡിനെ എനിക്ക് അറിയുന്നല്ലേ, അങ്ങേര് ഒരു തെറ്റും ചെയ്യില്ല, എനിക്ക് ദ്രോഹം ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുക പോലുമില്ല. ആഹാ അതെയോ, അപ്പൊ ഇതെന്താ? അതും ചോദിച്ചൊരു ഫോട്ടോ കാണിക്കുകയാണ്. അത് കണ്ടപ്പോ പൂജ അവളുടെ കൺട്രോൾ പോയിട്ട് അറിയാതെ കരഞ്ഞു പോണ്. അപ്പൊ ശിവ, കരച്ചിലൊക്കെ മതിയെന്ന് ഉള്ള സത്യം പറ. എന്നാലും അവള് മറുത്തൊന്നും പറയാതിരിക്കുമ്പോ ലേഡി കോൺസ്റ്റബിൾ ഇല്ലേ അവരവളുടെ മുടി പിടിച്ച് വലിക്കുകയാണ്. അപ്പോൾ അവള് സത്യം പറയാണ്, അതായത് ഒരിക്കൽ ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോ നമ്മുടെ അപ്പാർട്ട്മെന്റിലുള്ള ആ ഒരു റാണയില്ലേ, അയാൾ എന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് എന്തോ ഒരു കാര്യം പറയണ്ടെന്ന് പറഞ്ഞു. അല്ല മാഡം, നിങ്ങളുടെ വീട്ടില് ഒരു പെൺകുട്ടി വന്നിട്ടില്ലേ, ഏതോ ആദ്യോ കാതയോ, അവളെക്കുറിച്ച് നിങ്ങൾക്കറിയോ? നിങ്ങളുടെ ഹസ്ബൻഡുമായിട്ട് അവൾക്കൊരു റിലേഷൻ ഉണ്ട്. അപ്പൊ പൂജ, തന്നെ എനിക്ക് അറിയുന്നതല്ലേ, തനിക്കിങ്ങനെ പലതും തോന്നും, അതൊന്നും വന്നിട്ട് ഇവിടെ വിളമ്പണ്ട. എന്റെ ഹസ്ബൻഡിനെ എനിക്ക് അറിയുന്ന, അങ്ങനെ കുറിച്ച് ആര് എന്തില്ലാക്കഥ പറഞ്ഞാലും എന്റെ സ്വഭാവം ഇതായിരിക്കില്ല. അപ്പൊ റാണ, അല്ല തെളിവ് കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ മാറുമോ? ആദ്യം കാണിക്ക്, എന്നിട്ട് പറയാം. അപ്പൊ റാണ, ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ എവിഡൻസ് ഞാൻ കൊണ്ടുവരാം, എന്നാൽ അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവണം. എന്നിട്ട് ശിവയോട്, സാറേ ആ ഒരു റാണയാണ് എന്റെ ഭർത്താവ് ഗൗതമും ആദ്യം തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ശിവ, ആഹാ എന്നിട്ട് എന്താ സംഭവിച്ചേ? അയാൾ പറഞ്ഞ പോലെ എന്തെങ്കിലും എവിഡൻസ് കാണിച്ചോ? ഇല്ല സാറേ, അയാൾ ഒരു എവിഡൻസും കാണിച്ചില്ല. അപ്പൊ കാലിപ്പായ ശിവ, നീ എന്താ കളിക്കുക? സത്യം പറ,
നീയല്ലേ റാണിയെ കൊലപ്പെടുത്തിയ. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവള് ആരെ കൊലപ്പെടുത്തിയതിനാണ് പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന്. അതായത് റാണ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പൊ പൂജ സാറേ ഞാൻ പറഞ്ഞ സത്യ, അയാൾ എനിക്ക് എവിഡൻസ് ഒന്നും കാണിച്ചു തന്നില്ല. അല്ല എവിഡൻസ് കാണിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെന്തുകൊണ്ട് കാണിച്ചില്ല? അത് സാറേ എന്റെ ഫോണിൽ ഒരു MMS ഉണ്ട്, അത് ഞാൻ സാറിന് കാണിച്ചു തരാം, അപ്പൊ മനസ്സിലാവും. ആ ഒരു മെസ്സേജിൽ എന്താന്ന് വെച്ചാല് ഞാൻ എവിഡൻസ് തന്നു കഴിഞ്ഞാല് പിന്നെ എന്റെ ആഗ്രഹം തീർക്കാൻ എന്റെ കൂടെ ടൈം നീ സ്പെൻഡ് ചെയ്യണമെന്നാണ്. എന്നാൽ ഞാൻ അങ്ങനെ ഒരു പെൺകുട്ടിയല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഒരു എവിഡൻസിന് വേണ്ടിയിട്ട് അയാളെ മീറ്റ് ചെയ്യാനും പോയിട്ടില്ല, പിന്നെ അയാളെ കണ്ടാൽ പോലും ഞാൻ സംസാരിക്കാറുമില്ല. അപ്പോഴാണ് അങ്ങോട്ടേക്ക് പൂജയുടെ ഹസ്ബൻഡ് ഗൗതമിലെ തന്റെ മകളായിട്ട് വരുന്നത്. അല്ല സാറേ, കഴിഞ്ഞ ഒരു ദിവസമായിട്ട് അവൾക്ക് ഭക്ഷണം കൊടുക്കാതെ അവളെ നിങ്ങൾ വല്ലാതെ കഷ്ടപ്പെടുത്താണല്ലോ. ഒരു തെറ്റും ചെയ്യാത്ത അവളെ ഇങ്ങനെ ഉപദ്രവിക്കല്ലേ. അപ്പൊ ശിവ നീ എന്തറിഞ്ഞിട്ടാ? അവൾ ഏകദേശം കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. എന്നാലും ഗൗതം അവളൊരു കുറ്റവും ചെയ്യില്ല സാറേ, അവളൊന്നുമല്ല റാണിയെ കൊന്നേ. അപ്പൊ ശിവ അവളെല്ലാ കൊലയാണെങ്കിൽ പിന്നെ വേറെ ആരെന്നാ താൻ പറയുന്നത്? അപ്പോഴാണ് ഷോക്കിംഗ് ട്വിസ്റ്റ്. ഗൗതം പറയാണ് സാറേ ഞാനാ അവനെ കൊന്നേ. ആഹാ, അപ്പൊ ഇവനാണ് കൊലയാളി. അങ്ങനെ നേരെ ഗൗതമിനെയും സെല്ലിലേക്ക് കൊണ്ടുപോവാണ്. എന്നിട്ട് അവനാണ് കൊല ചെയ്തെന്ന് പറയുമ്പോൾ പൂജ നിങ്ങൾ വെറുതെ നുണ പറയണ്ട, എന്റെ കൈകൊണ്ടാ ഞാനാ റാണയെ കൊന്നേ. ഗൗതം ചിന്തിച്ച് തീരുമാനിക്കേ. നീയല്ലല്ലോ ഞാനല്ലേ കൊന്നേ. അപ്പൊ ഗൗതം പൂജ നീയല്ല ഞാനാ കൊലപ്പെടുത്തിയെ. അപ്പൊ ശിവ രണ്ടാളോടും ചോദിക്കുന്നുണ്ട് സത്യത്തിൽ പറ നിങ്ങളിലിപ്പോൾ ആരാ കൊലപ്പെടുത്തിയേ? അപ്പോൾ പൂജ പറയുന്നുണ്ട് സാറേ ഞാനാ അയാളെ കൊലപ്പെടുത്തിയേ. കുറച്ചു നേരത്തെ അയാൾ എനിക്കൊരു മെസ്സേജ് അയച്ച് കാണിച്ചില്ലേ, അപ്പോൾ എവിഡൻസ് കാണാനേ അയാൾ പറഞ്ഞ സ്ഥലത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. എന്നാൽ ഞാനവിടെ ചെന്നപ്പോൾ അയാളില്ലേ എന്നെ റേപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യായിരുന്നു. അപ്പോൾ അതിനിടയിലാ അങ്ങനെ പറ്റിപ്പോയെ. അപ്പോൾ ശിവ ആഹാ കൊള്ളാല, അപ്പോൾ പുതിയ കഥ വന്നല്ലേ. ഒരു കാര്യം ചെയ്, നീ ഇവിടെ ഇരിക്കേ, ഞാൻ നിന്റെ ഹസ്ബൻഡിന് എന്താ പറയാനുള്ളതെന്ന് കേൾക്കട്ടെ. അങ്ങനെ ഗൗതമിനെ ഒറ്റക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് മറ്റൊരു റൂമിലിരുത്തി ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ പറയാനുള്ളത്? കാരണം രണ്ടാളെയും തനിച്ചിരുത്തി ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാളും പറയുന്നതിൽ ആര് പറയുന്ന സത്യം എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാലോ. അപ്പോൾ അവനോട് ചോദിക്കുമ്പോൾ ഗൗതം പറയുന്നുണ്ട് സാറേ എൻ്റെ ഭാര്യയുടെ ജോലി എന്ന് പറയുന്നത് കുറേയധികം ടൈമുള്ള ജോലിയാണ്. അപ്പോൾ രാവിലെ പോയി കഴിഞ്ഞാൽ വല്ലാതെ ലേറ്റായിട്ട് വരിക. നമ്മുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഒന്ന് സ്റ്റേബിൾ ചെയ്യാൻ തന്നെയായിരുന്നു. എന്നാൽ അതിനിടയിലാണ് അതിനൊരു ഓപ്ഷനായിട്ട് പേയിങ് ഗസ്റ്റ് ആയിട്ട് ഒരു പെൺകുട്ടിയെ അവൾ തന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നേ. അവളുടെ പേര് ആദാന്നായിരുന്നു. എന്നാൽ പൂജ ജോലിയായിട്ട് ബിസി ആയപ്പോൾ ആദ അവൾ വീട്ടിൽ തന്നെയല്ലേ. അപ്പോൾ അതിനിടയിൽ നമ്മുടെ ഇടയിൽ ഒരു റിലേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു കാര്യം നമ്മുടെ നെയ്ബർ ആയിട്ടുള്ള റാണക്ക് മനസ്സിലായിട്ട് അയാളില്ലേ ഗൗതമിന്റെ വീട്ടിന്റെ നേരേക്ക് ജനലിന്റെ സൈഡിൽ ഒരു ഫോൺ വെച്ചിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യായിരുന്നു. അപ്പോൾ റാണിയുടെ ഭാര്യ ഗൗരി ഇത് കണ്ടപ്പോൾ നിങ്ങളിത് എന്താ ചെയ്യുന്നേ? മറ്റൊരാളുടെ പ്രൈവസിയിലേക്ക് എന്തിനു ഒളിഞ്ഞു നോക്കുന്നേ? അപ്പോൾ റാണ നിനക്ക് നിന്റെ പണിയെടുത്താൽ പോരെ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള എന്തും ചെയ്യും. അപ്പോൾ ഗൗരി അത് പറ്റില്ല, നിങ്ങൾ എന്താ റെക്കോർഡ് ചെയ്യുന്നത് കാണണമല്ലോ. ആഹാ നീ കണ്ടിട്ടേ പോളൂ. അതും പറഞ്ഞ് അവളുടെ മുഖത്തടിക്കാണ്. അതിലൂടെ താഴെ വീണിട്ട് തലയിൽ മുറിവ് പറ്റുന്നുണ്ട്. എന്നാൽ അതേ സമയത്താണ് നമ്മുടെ ഗൗരിയുടെ ഏട്ടൻ രാഹുൽ വിളിക്കുന്നത്. അല്ല മോളെ കുറെ നാളെ വിളിച്ചിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ അവളും നല്ല വിശേഷേട്ടാ, പിന്നെ ഞാനൊരു ചെറിയ പണിയിലായിരുന്നു, ഞാനത് തീർത്തിട്ട് കുറച്ച് നേരം അങ്ങോട്ട് വിളിക്കട്ടെ. അങ്ങനെ അവള് ഫോൺ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ രാഹുൽ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്, തന്റെ അനിയത്തി അവള് ഹാപ്പിയല്ല, അവൾക്ക് എന്തോ പ്രശ്നമുണ്ട്. എന്തായാലും നേരെ വീട്ടിലേക്ക് പോയിട്ട് അവൾക്ക് എന്താ പറ്റിയെന്ന് ഒന്ന് നോക്കണല്ലോ. അങ്ങനെ അടുത്ത സീനിലെ ആദ്യയില്ലേ അവള് റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ പിന്നാലെ വന്ന റാണ പറയുന്നുണ്ട് നിങ്ങളോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു. അല്ല പറയാനല്ല കാണിക്കാനുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ നോക്കി നോക്ക്. അപ്പൊ അതാ എനിക്കിപ്പോ തന്റെ ഒരു വീഡിയോ കാണാൻ സമയമില്ല, തന്റെ പാട് നോക്കി പോടോ. അല്ല ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയം ഉണ്ടാവും, അത് മാത്രല്ല നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, കുറച്ച് സെക്കൻഡ് പോരെ എന്താ കാണിക്ക്. അപ്പോഴാണ് ആദ്യം ഗൗതമ തമ്മിലുള്ള ആ ഒരു റൊമാൻറ്റിക് വിഷ്വൽസ് ആണ് ആ ഒരു വീഡിയോയിലുള്ളത്. അത് കണ്ടിട്ട് അവള് ഷോക്കായി നിൽക്കുമ്പോ അല്ല മേഡം ഇതൊരു ഷോർട്ട് ക്ലിപ്പ് അല്ലേ, ഇത് കണ്ടിട്ട് പേടിച്ചു കഴിഞ്ഞാലോ, ഇതിന്റെ ഫുള്ള് കാണണ്ടേ, പിന്നെ എങ്ങനെയാ ഈ ക്യാമറമാൻ ഓക്കെ അല്ലേ? അപ്പൊ അവള് താനേതാ, തനിക്ക് എന്താ വേണ്ടേ? അതിപ്പോ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും. അതായത് ഈ ഒരു വീഡിയോ പുറത്ത് പോരുതെങ്കിൽ ഒരു ആക്ട്രസ് ആയിട്ടുള്ള നിങ്ങളുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ എത്തിയാൽ തീ പോലെ കത്തും. അപ്പൊ അത് സംഭവിക്കരുതെങ്കിൽ ആ പയ്യന്റെ സ്ഥാനത്ത് എന്നെയും കൂടെ ഒന്ന് കാണേണ്ടി വരും. ആണോ? അതിനെന്താ? അങ്ങനെ റാണിയുടെ കാരനടിച്ച് പൊട്ടിക്കുകയാണ്. അല്ല താൻ എന്താടെ കരുതിയേ തന്റെ റെക്കോർഡിംഗ് ഭയങ്കര സൂപ്പറാന്നാ? തീരെ ശരിയില്ലാട്ടാ. എന്തായാലും മോന് കുറച്ചുകൂടി ഒന്ന് ട്രൈ ചെയ്തിട്ട് നല്ല രീതിയിൽ റെക്കോർഡ് ചെയ്യാൻ പഠിക്കും. പിന്നെ റെക്കോർഡ് ചെയ്ത വിഷ്വൽസും ക്ലിയർ ഇല്ല, ക്യാമറയും പോരാ, അതിൽ എന്റെ ഫേസ് ശരിക്കും പതിഞ്ഞിട്ടില്ല. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ല ക്യാമറ ഒക്കെ വാങ്ങിയിട്ട് കുറച്ച് ലൈറ്റ് സെറ്റപ്പ് ഒക്കെ ആക്കിയിട്ട് എല്ലാം റെഡിയായി നിൽക്ക്. എന്നിട്ട് നീ പറഞ്ഞാൽ മതി എന്നോട് എങ്ങനെ ആക്ട് ചെയ്യേണ്ടതെന്ന്, ഞാൻ അതുപോലെ അഭിനയിച്ചോളാം. അങ്ങനെ ഇഷ്ടം പോലെ റെക്കോർഡ് ചെയ്തിട്ട് നിനക്ക് ഇഷ്ടമുള്ള വെബ്സൈറ്റിലോ എവിടെ വേണമെങ്കിലും അപ്ലോഡ് ചെയ്തോ, എനിക്ക് ഒരു കോപ്പുമില്ല. അതും പറഞ്ഞിട്ട് അവളോട് നടന്നു പോവാണ്. അപ്പോൾ റാണിയുടെ മുഖത്തടിച്ച് മാത്രമല്ല കാരണത്ത് തുപ്പി പോരായിട്ടുണ്ട്. അല്ല ഇവളിതേതാ, ഇവളുടെ പ്രൈവറ്റ് വിഷ്വൽസ് അല്ലേ ഇപ്പൊ ഞാൻ കാണിച്ചു കൊടുത്തേ, എന്നിട്ട് ഇവൾക്ക് ഒരു കൂസലും ഇല്ല. അങ്ങനെ വല്ലാതെ കലിപ്പാവുന്നുണ്ട്. അങ്ങനെ ആദ്യം പെക്കാന് ഒരു പയ്യൻ വന്നിട്ടുണ്ട്. ഇവനാരാന്ന് വെച്ചാൽ അവളുടെ ബോയ് ഫ്രണ്ട് ആണ്. ആ ഒരു കാഴ്ച റാണിയും കണ്ടിട്ടുണ്ട്, അതുപോലെ നമ്മുടെ ഗൗതമും കണ്ടിട്ടുണ്ട്. അപ്പൊ ശിവ അല്ല അവളുടെ ബോയ് ഫ്രണ്ട് ആരാ? അവൻ മുംബൈയിലെ ഒരു സമ്പന്നന്റെ മകനാ.
അവന്റെ പേര് റോബിൻ. കുറേയധികം ബിസിനസിന്റെ ഉടമയും കൂടിയാ. അതാ ആദ്യമാണ് എന്നോട് കാര്യം പറഞ്ഞ്. അപ്പൊ ശിവ, ആഹാ, അപ്പൊ നിനക്കറിയാം അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന്, എന്നിട്ടും എന്തിനാ അവളുടെ പിന്നാലെ പോന്നേ? അതുപോലെ അവളെന്താ നിന്റെ പിന്നാലെ? അപ്പൊ ഗൗതം, സാറേ, നമ്മള് ലൈഫ് ലോങ് ആയിട്ട് ഇതുപോലെ അഫയർ കൊണ്ടുപോകണമെന്നും കരുതിയതല്ല. അറിയാതെ ഒരിക്കൽ സംഭവിച്ചു പോയതാ. ആദ്യം റോബിനും തന്നെ ലൈഫിൽ ഒന്നിച്ച് ജീവിക്കാനുള്ള തീരുമാനത്തിലാണ്. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ തീർന്നു കരുതിയപ്പോഴാണ് ഒരു ദിവസം ആദ്യയുടെ ബോയ് ഫ്രണ്ട് റോബിന്റെ കൂടെ റാണ അപ്പാർട്ട്മെന്റിലേക്ക് വന്നേ. ആ കാഴ്ച കണ്ടിട്ട് അവൾ വല്ലാതെ ഭയന്നു പോയിരുന്നു. അങ്ങനെ ആദ്യയോട്, നിനക്ക് ഈ റാണയെ അറിയോ? നിന്റെ ഫ്ലാറ്റിന്റെ ഓപ്പോസിറ്റ് ആവല്ലോ. അങ്ങനെ അതും പറഞ്ഞിട്ട് ആദ്യം കൂട്ടിയിട്ട് അവൻ നേരെ ഒരു പബ്ബിലേക്ക് പോവാണ്. അപ്പോ റാണയില്ലേ, അവന്റെ കയ്യിലുണ്ടായിരുന്ന ആദ്യയുടെ ആ ഒരു വീഡിയോ അവൾക്ക് സെൻഡ് ചെയ്യാണ്. അപ്പോ അത് കണ്ടപ്പോ ഉടനെ റാണയെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, തനിക്ക് എന്താണോ വേണ്ടേ? അപ്പൊ റാണ, നീ പറഞ്ഞതൊക്കെ ശരിയാ, ഞാനൊരു മോശപ്പെട്ട ഒരുത്തനാ, എനിക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ അറിയില്ല, എന്റെ ക്യാമറ ക്വാളിറ്റിയും കൊണ്ടില്ല, അതിലെ പെൺകുട്ടിയുടെ ഫേസ് അത് ശരിക്കും വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല, ലൈറ്റിംഗ് ഒന്നുമില്ല, എല്ലാം ഓക്കെയാ. എന്നാൽ ഈ മോശപ്പെട്ടവൻ എടുത്ത ആ ഒരു വീഡിയോ ഇല്ലേ, നിന്റെ ബോയ് ഫ്രണ്ടിനെ കാണിക്കുമ്പോൾ ആ ഒരു വീഡിയോയിലുള്ളത് നീയാണെന്ന് അവന് മനസ്സിലാകുമോ ഇല്ലയോ? അത് കേട്ടപ്പോൾ ആദ്യം ഉള്ളിൽ പടയുന്നുണ്ട്. തനിക്ക് എന്താ വേണ്ടേ? താൻ പറയുന്നേ കേട്ടോളാം. അതും പറഞ്ഞ് ഫോൺ കട്ടിയാണ്. അങ്ങനെ ഉടനെ തന്നെ നമ്മുടെ ഹീറോ ഗൗതമിനെ വിളിച്ചിട്ട് ആ റാണയ്ക്ക് നമ്മുടെ ഇടയിലുള്ള റിലേഷൻ മനസ്സിലായിട്ടുണ്ട്. ആ ഒരു വിഷ്വല് അയാൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഒന്നുകിൽ അത് ചിലപ്പോൾ നിങ്ങളുടെ ഭാര്യ പൂജക്ക് അയച്ചു കൊടുക്കും, അതല്ലെങ്കിൽ എന്റെ ബോയ് ഫ്രണ്ട് റോബിൻ അവൻ അയച്ചു കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ ലൈഫും എന്റെ ലൈഫും ഇപ്പോൾ ഗൗതമെ നിന്റെ കയ്യിലാ. എന്തെങ്കിലും ഒന്ന് ചെയ്യേ, ഈ ഒരു പ്രശ്നം എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യും. അപ്പൊ ഗൗതം, എന്ത് ചെയ്യാനാ? ഞാൻ നോക്കാം എന്തെങ്കിലും ചെയ്യാനേ, അല്ല ഇപ്പൊ എന്താ ചെയ്യാ? അപ്പൊ അവള് പറയുന്നുണ്ട്, അയാളെ കൊന്നു കളയാതെ വേറെ വഴിയില്ല. അപ്പൊ പ്രസന്റില് ശിവ ചോദിക്കുന്നുണ്ട്, ആഹാ, ഒരാളെ കൊല്ലാൻ തീരുമാനിച്ചോ? അപ്പൊ ഗൗതം, അല്ല സാറേ, അതല്ലാതെ വേറെന്താ വഴി? എന്റെ ലൈഫും അവളുടെ ലൈഫ് രക്ഷപ്പെടുത്താന് ഇതല്ലാതെ വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവനെ കൊലപ്പെടുത്താന് പ്ലാൻ ഉണ്ടാക്കിയത്. അപ്പോഴാണ് നമ്മുടെ ശിവയുടെ ലേഡി അസിസ്റ്റന്റ് അവന്റെ ചെവിയിൽ എന്തോ കാര്യം പറയുന്നത്. അപ്പോ ശിവ എഴുന്നേറ്റ് ഗൗതമിന്റെ അരികിൽ ഒന്ന് പറയുന്നുണ്ട്, ഗൗതമെ, അവനെയൊക്കെ അടിപൊളിയായിരുന്നു, പക്ഷേ ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. അതായത് റാണ അവൻ കൊല്ലപ്പെടുന്നത് ഡിസംബർ 13-ാം തീയതി രാത്രി 8 മണിയുടെയും 10 മണിയുടെ ഇടയിലാണ്. ആ സമയത്ത് നീ എവിടെയുള്ളതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? നിന്റെ ഫ്ളാറ്റിലോ അല്ലെങ്കിൽ ആ ഒരു അപ്പാർട്ട്മെന്റിലോ? എവിടെയല്ല, നീ നിന്റെ ഓഫീസിലായിരുന്നു. കാരണം അന്നെന്തോ പ്രധാനപ്പെട്ടൊരു മീറ്റിംഗ് അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതെന്റെ അസിസ്റ്റന്റ് നിന്റെ ഓഫീസിലെ CCTV വിഷ്വൽ വെച്ച് കൺഫേം ചെയ്തിട്ടുണ്ട്. നീ പറയുന്ന റാണ കൊല്ലപ്പെട്ട സമയത്ത് നീ നാട്ടിലേ ഇല്ല. അപ്പൊ ഗൗതം, സാറ് പറഞ്ഞ സത്യം തന്നെയാ, ഞാൻ ആരെയും കൊന്നിട്ടില്ല. അതുപോലെ തന്നെ എന്റെ ഭാര്യ പൂജ, അവൾക്കും ആരെയും കൊല്ലാൻ പറ്റില്ല. അപ്പൊ ശിവ, ആഹാ, അപ്പോ റാണ കൊല്ലപ്പെട്ട സ്ഥലത്ത് എങ്ങനെയാടാ നിന്റെ ഭാര്യയുടെ ഫിംഗർ പ്രിന്റ് വന്നേ? നീ വന്നിട്ട് കുറ്റം സമ്മതിച്ചപ്പോ ഞങ്ങൾ കരുതിയത് ചിലപ്പോ നീ കൊലപ്പെടുത്തിയതുകൊണ്ട് നീ തന്നെ ആയിരിക്കാം ഫ്രെയിം ചെയ്യാനേ അങ്ങനെ ഒരു എവിഡൻസ് സെറ്റ് ചെയ്തതെന്ന്. അല്ല സാറേ, ഞാനല്ല, വേറെ ആരുമാണ്. ആഹാ, അതെല്ലേ, എന്നാൽ ഇനി തൽക്കാലം പോയിക്കോ, ബാക്കി ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം. അങ്ങനെ ഗൗതമിനെ പറഞ്ഞയച്ചിട്ട് ഇവിടെ വെച്ച് ചോദ്യം ചെയ്തിട്ട് ഒരു കാര്യമില്ല, നമുക്ക് ഡയറക്റ്റ് ആ ഒരു അപ്പാർട്ട്മെന്റിൽ പോയിട്ട് ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. അങ്ങനെ വാച്ച്മാനോട് 13-ാം തീയതി വൈകുന്നേരമോ രാത്രിയോ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആരെങ്കിലും അപ്പാർട്ട്മെന്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല സാറേ, അങ്ങനെ ആരും വന്നിട്ടില്ല. അത് കൺഫേം ചെയ്യാനായിട്ട് ആ ഒരു രജിസ്റ്ററും കാണിച്ചു കൊടുക്കാണ്. അപ്പോൾ രജിസ്റ്ററിൽ അങ്ങനെ പ്രത്യേകിച്ച് ആരും വന്നിട്ടില്ല. അപ്പോൾ ഒന്നുകൂടി കൺഫേം ചെയ്യണല്ലോ. അപ്പോൾ CCTV വിഷ്വൽസ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇവർക്ക് പരിചയമില്ലാത്ത ഏതോ ഒരുത്തൻ ആ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് കള്ളനെ പോലെ ചാടി വരികയാണ്. അപ്പോൾ എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, ഇവൻ ആരാ, ആർക്കെങ്കിലും അറിയോ? എന്നാൽ ആ അപ്പാർട്ട്മെന്റിലെ ആർക്കും തന്നെ അയാൾ ആരാന്ന് മനസ്സിലാവുന്നില്ല. എന്നാൽ അവിടെ ചോദ്യം ചെയ്യൽ നടക്കുമ്പോൾ നമ്മുടെ ലക്ഷ്മിയില്ലേ പതിയെ ഏന്ത് നോക്കിയിട്ട് അവിടെ നിന്ന് മെല്ലെ സ്കൂട്ടാവാൻ നോക്കുകയാണ്. അത് നമ്മുടെ ശിവ കണ്ടിട്ടുണ്ട്. അല്ല, എങ്ങോട്ടാ ഒന്ന് ഏന്തി നോക്കിയിട്ടൊക്കെ പോകാൻ നോക്കുന്നേ? അപ്പോൾ ഗൗതമൻ ചോദിക്കുന്നുണ്ട്, അല്ല ഗൗരി, നീ എന്താ ഇവിടെ? അത് സാറിന്റെ മോളില്ലേ, അവൾക്ക് സാറിനെ കാണുന്നു പറഞ്ഞിട്ട് വാശി പിടിച്ചതുകൊണ്ട് അവളെയും കൂട്ടിയിട്ട് വന്നതാ. അപ്പോൾ ശിവയില്ലേ കുറച്ചു നേരത്തെ ആ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് ഒരുതം ചാടി വന്നില്ലേ, അവന്റെ ഫോട്ടോ അവൾക്ക് കാണിച്ചിട്ട് ഇവൻ ആരാണെന്ന് നിങ്ങൾക്കറിയോ? ഇല്ല സാറേ, ഇവൻ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് എവിഡൻസ് കളക്ട് ചെയ്താ ഫോറൻസിക് ടീമിനൊന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ ഡയറക്റ്റ് ഡോക്ടറോട് ചോദിക്കുമ്പോൾ അങ്ങേരും പറയുന്നത് എവിഡൻസ് ഒക്കെ വെച്ചിട്ട് ഫിംഗർ പ്രിന്റ് ഒക്കെ വെച്ചിട്ട് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത പൂജ തന്നെ ആയിരിക്കാം ഈ കൊലപാതകത്തിന്റെ പിന്നിലെ. കാരണം ഒരു സ്ത്രീയാണ് ചെയ്തതെന്ന് തോന്നുന്നുണ്ട്. അത് മാത്രമല്ല, റാണയുടെ ഫ്ളാറ്റിലേക്ക് പൂജ വന്നു പോയതിന്റെ അവളുടെ കാലിന്റെ ഫിംഗർ പ്രിന്റും കൈയിന്റെ ഫിംഗർ പ്രിന്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ പല ഭാഗത്തും അവരുടെ രണ്ടുപേരുടെയും ഫിംഗർ പ്രിന്റ് ഏകദേശം അടുത്തുണ്ടായിരുന്നു. ആ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ആ ഫ്ളാറ്റിൽ ഒരു ഫൈറ്റ് നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇതൊക്കെ ഒരു അസംഷൻ മാത്രമാണ്, എന്നാൽ ഉറപ്പിക്കാൻ നമ്മളെടുത്ത് വ്യക്തമായിട്ടുള്ള തെളിവുകളില്ല. അപ്പൊ ശിവ, അല്ല ഡോക്ടറെ, ഇനിയിപ്പോ പൂജ റാണയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആ ഒരു ആയുധം കണ്ടെത്തിയാലോ? ആ ഒരു ആയുധം കണ്ടെത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ഈ കേസ് സോൾവ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആ ഒരു വെപ്പൺ ഉടനെ തന്നെ കണ്ടുപിടിക്കാം. എന്നിട്ട് ലേഡി അസസിനോട്, അല്ല ആദ്യയുടെയും റോബിന്റെയും കോൺടാക്ട് ഡീറ്റെയിൽസോ അവരുടെ ഏരിയയെക്കുറിച്ചോ എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? സാർ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്, എന്നാൽ നമ്പറിലേക്ക് വിളിച്ചു നോക്കുമ്പോൾ ഫോൺ പോകുന്നില്ല. അവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്താൽ തോന്നുന്നുണ്ട്. അത് മാത്രമല്ല, അവള് സ്റ്റേ ചെയ്ത അപ്പാർട്ട്മെന്റ് കാലിയാക്കിയിട്ട് അവൾ എങ്ങോട്ടോ പോയിട്ടുണ്ട്. നമ്മുടെ ടീം പല ഭാഗത്തും ആദ്യം അതുപോലെ റോബിനെ തേടി നോക്കിയിട്ടും അവരെ കുറിച്ച് ഒരു ക്ലൂവും കിട്ടിയില്ല. നമുക്ക് എന്തെങ്കിലും ക്ലൂ കിട്ടും നോക്കിക്കളയാം. അങ്ങനെ ശിവ നേരെ ആദ്യം റോബിനും റെഗുലർ ആയിട്ട് പോകുന്ന ഒരു ബാറില്ലേ, ആ ബാറിലേക്ക് പോയിട്ട് അന്വേഷിക്കുകയാണ്. അപ്പോൾ മാനേജർ പറയുന്നുണ്ട്, സാറേ അവർ
അവർ ഡെയിലി ഈ ബാറിലേക്ക് വരാറുണ്ട്. എന്നാൽ കുറച്ച് ദിവസമായിട്ട് ഒരു 4-5 ദിവസമായിട്ട് അവരിങ്ങോട്ട് വന്നിട്ടില്ല. എവിടെയാ പോയിട്ടുണ്ടാവുക എന്നതിനെ കുറിച്ചൊരു ഐഡിയ ഇല്ല. അപ്പൊ ശിവ അങ്ങനെയാണെങ്കിലേ ഇനി വരികയാണെങ്കിലേ ഉടനെ തന്നെ പോലീസ് ടീമിന് ഇൻഫോം ചെയ്യും. അങ്ങനെ അടുത്ത സീനില് നമ്മളെ ഗൗതം പറഞ്ഞനുസരിച്ചിട്ട് റാണയുടെ ഭാര്യ ഗൗരിയും വല്ലാതെ ഉപദ്രവിച്ചിരുന്നില്ലേ. അപ്പോൾ അവന്റെ കൊലപാതകത്തിൽ അവരും സസ്പെക്ട് അല്ലേ. അപ്പോൾ ഗൗരിയെയും രാഹുലിനെയും സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ഗൗരിയോട് ചോദിക്കുന്നുണ്ട്, നിന്റെ ഹസ്ബൻഡ് റാണ അവൻ വല്ലാതെ നിന്നെ ഉപദ്രവിക്കായിരുന്നു അല്ലേ. ഞാൻ നിങ്ങളുടെ അപ്പാർട്ട്മെന്റിലൊക്കെ ഒന്ന് അന്വേഷിച്ചപ്പോൾ നിങ്ങളെ പലപ്പോഴും അയാൾ ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്നത് അവരൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അയാളുടെ ആ ഒരു ടോർച്ചറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ തന്നെയല്ലേ കൊലപാതകം ചെയ്തേ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, സാറേ അങ്ങേര് എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഹസ്ബൻഡ് അല്ലേ. ഇനിയിപ്പോൾ അങ്ങേര് എന്ത് ചെയ്താലും ഒരു ഹസ്ബൻഡിനെ കൊല്ലാനും മാത്രമുള്ള ചിന്താഗതിയുള്ള ഒരു ഭാര്യയൊന്നുമല്ല ഞാനല്ല അങ്ങനെ ഒന്നും ചെയ്തേ. അപ്പൊ ശിവ വെറുതെ ഉരുളാൻ നിൽക്കരുത്, സത്യം പറ അന്ന് രാത്രി എന്താ സംഭവിച്ചേ. നിനക്ക് മാത്രമേ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള മോട്ടീവ് ഉള്ളൂ നിന്റെ ഹസ്ബൻഡിനെ കൊല്ലാൻ. അത് സാറേ ഒരിക്കൽ അങ്ങനെ ഒരു ക്യാമറയിൽ എന്തോ ഷൂട്ട് ചെയ്തിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്നറിയാൻ വേണ്ടിയിട്ട് രഹസ്യമായിട്ട് ഞാൻ ക്യാമറ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അയാളെ പിന്നാലെ വന്നിട്ട് എന്താ മോളെ നോക്കുന്നത് ചോദിച്ചിട്ട് എന്റെ തലയിൽ അയാൾ കുടിച്ചുകൊണ്ടിരുന്ന മദ്യം ഒഴുക്കിയായിരുന്നു. എന്താ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട? അപ്പോൾ അവള് അല്ല നിങ്ങൾ എന്ത് വൃത്തിയായിട്ടവനാ വേറെ ഒരാളുടെ പ്രൈവറ്റ് വീഡിയോ എടുത്തിട്ട് ആസ്വദിക്കാൻ എടുത്തു വെച്ചേക്കുക, അതിന് നിനക്ക് എന്താടി ഞാൻ എന്തും ചെയ്യുന്നു പറഞ്ഞിട്ട് അവള് വല്ലാതെ ഉപദ്രവിക്കുകയാണ്. ആ കാഴ്ച കണ്ടിട്ടാണ് അവളുടെ ഏട്ടൻ രാഹുൽ അങ്ങോട്ട് വരുന്നത്. എന്റെ അനിയത്തിയുടെ മേലെ കൈവെക്കാനും മാത്രം നിനക്ക് തേരുമോ അതും ചോദിച്ച് അവൻ്റെ അടുത്ത് പഞ്ഞു കിടന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് ഫൈറ്റ് ആകുമ്പോൾ അവസാനം കാലിപ്പ് സഹിക്കാൻ പറ്റാതെ നമ്മുടെ രാഹുല് അയാളെ കൊന്നു തള്ളാന് ഗണ്ണ് പുറത്തെടുക്കാണ്. അപ്പോൾ ഗൗരിയാണ് ഓപ്പോസിറ്റ് വന്നിട്ട് ഏട്ടാ അയാൾ എന്തൊക്കെ ചെയ്താലും എന്റെ ഭർത്താവാ, ഒന്നും ചെയ്യല്ലേ വെറുതെ വിട്ടേക്കെന്ന് പറഞ്ഞ് അവനോടൊന്ന് കൂട്ടിക്കൊണ്ടുപോയതാണ്. അന്ന് രാത്രി ഞാനും എന്റെ ഏട്ടനും ആ അപ്പാർട്ട്മെന്റിൽ നിന്ന് പോയി കഴിഞ്ഞ ശേഷം പിന്നീട് അങ്ങോട്ട് തിരിച്ചു പോയിട്ടില്ല. അതിനിടയിലാണ് എന്റെ ഹസ്ബൻഡ് മരണപ്പെട്ട വാർത്ത ഞാൻ അറിയുന്നത്. അയാൾ എന്റെ ഭർത്താവല്ല സാറേ, ഞാനെന്തിനാളെ കൊല്ലുന്നേ. അപ്പോൾ അവളുടെ ഏട്ടൻ രാഹുലിന്റെ അടുത്ത് പഞ്ഞുകിട്ട് ചോദിക്കുമ്പോൾ അവനും പറയുന്നത് സാറേ ഞാനല്ല അയാളെ കൊന്നേ, അയാളെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. ആ ദേഷ്യത്തിൽ അയാളുടെ നേരെ ഗണ്ണ് ഞാൻ ചൂണ്ടിയതാരും സത്യം. എന്നാൽ ഞാനത് ട്രിഗർ ചെയ്യുന്നതിന് മുമ്പ് എന്റെ അനിയത്തി എന്നെ അവിടുത്തെ കൂട്ടിക്കൊണ്ട് പോയതാ. അപ്പൊ ശിവ നീയല്ല റാണയെ കൊലപ്പെടുത്തിയത്. റാണ കൊലപ്പെടുന്ന സമയത്ത് നീ അവിടെ ഇല്ലാന്ന് തെളിയിക്കാൻ എന്ത് എവിഡൻസ് നിന്റെ കയ്യിലുള്ള? ആ സമയത്ത് നീ വേറെ എവിടെയെങ്കിലാണെന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ? ഇനി കണ്ട സാക്ഷി അങ്ങനെ എന്തെങ്കിലും? സാറേ അന്ന് രാത്രി എന്റെ അനിയത്തെ ഞാൻ വീട്ടിലാക്കിയ ശേഷം ഞാനൊന്ന് മൈൻഡ് കൂളാക്കാൻ ഒരു ബാറിലേക്ക് പോയതാ. സാറിന് സംശയം ഉണ്ടെങ്കിൽ ആ ബാറിലൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി. അപ്പോഴാണ് നമ്മുടെ ലേഡി അസിസ്റ്റന്റിന് ഒരു കോള് വരുന്നത്. അതായത് റോബിനെയും ആദ്യം കുറെ നാളായിട്ട് കാണുന്നുണ്ടായിട്ടില്ലല്ലോ. അപ്പൊ റോബിൻ സാധാരണ വരുന്ന ആ ഒരു ബാറിലേക്ക് വന്നതായിട്ട് അവിടുത്തെ മാനേജർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവനെ പൂട്ടിയിട്ട് വരാം. അങ്ങനെ അവന്റെ അടുത്തേക്ക് പോകുമ്പോൾ പോലീസിനെ കണ്ടപ്പോൾ തന്നെ അവനോടൊന്ന് ജീവനം കൊണ്ട് ഓടി തള്ളുകയാണ്. എന്നാൽ അവനെ വളഞ്ഞ് ലോക്ക് ചെയ്ത് സ്റ്റേഷനിലേക്ക് വലിച്ചുകൊണ്ടെന്ന് അവനെ പഞ്ഞു കിടന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട് സാറേ ഇനി തലല്ലേ ഞാൻ എല്ലാം സത്യം പറയാം. ഞാൻ ശരിക്കും ആത്മാർത്ഥമായിട്ടാ അവളെ പ്രണയിച്ചേ. എന്നാൽ എനിക്ക് പലപ്പോഴായിട്ട് അവളുടെ പെരുമാറ്റത്തിൽ ചില സംശയം ഉണ്ടായതുകൊണ്ട് ഞാനൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവളുടെ യഥാർത്ഥ ക്യാരക്ടർ ഒന്ന് കണ്ടുപിടിക്കാനേ. എന്റെ കല്യാണത്തിന് മുൻപ് അത് മനസ്സിലാക്കണമല്ലോ. അങ്ങനെയാണ് ആ ഒരു പ്രൈവറ്റ് ഇൻഫോമർ ഗൗതമിനെ ആദ്യമായിട്ട് ഒരു രഹസ്യ റിലേഷനുള്ള കാര്യം പറയുന്നത്. അത് വെറുതെ പറയാൻ മാത്രമല്ല വ്യക്തമായിട്ടുള്ള എവിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരുടെ രണ്ടുപേരുടെയും പ്രൈവറ്റ് വീഡിയോസ് എന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. സാറേ അതിൽ ഞാൻ അവളെ വെറുത്തതാ. അതിനുശേഷം അവളെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. വല്ലാതെ സ്ട്രെസ് ആയതുകൊണ്ട് കുറച്ചുനാൾ ഞാൻ നാട്ടിലേക്ക് പോയതാ. എന്നാൽ അവൾ എവിടെയാ പോയതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എന്റെ മനസ്സിൽ അവളോട് വെറുപ്പായതുകൊണ്ട് ഞാനും അവളെ വിളിച്ചു നോക്കിയില്ല. അതുപോലെ ഇതുവരെ അവളും എന്നെ വിളിച്ചിട്ടുമില്ല. അപ്പൊ ശിവ അപ്പോ നീ പറയുന്ന കാര്യമൊക്കെ സത്യം തന്നെയല്ലേ? അവൾ എങ്ങോട്ടാ പോരണോ സാധ്യത അതും അറിയില്ല സാറേ. അവളുടെയും ഗൗതമിന്റെയും റിലേഷൻ എനിക്ക് മനസ്സിലായപ്പോ തന്നെ അവൾ അപ്പാർട്ട്മെന്റ് കാലിയാക്കി പോയതാ. അല്ലല്ലോ റോബിനെ, എന്തൊക്കെയോ കുറച്ച് കാര്യം കൂടി നീ പറയാനുണ്ടല്ലോ. അപ്പോൾ രണ്ട് തട്ടി ഞാൻ തട്ടി നോക്കട്ടെ, ചിലപ്പോൾ സത്യം വന്നാലോ. അപ്പോഴാണ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് സാറേ ആദ്യയുടെ ഓഫായിരുന്ന ഫോണിൽ പോണായിട്ടുണ്ട്. മുംബൈയിലെ വെസ്റ്റ് ഏരിയയിലാണ് അവളുടെ ലൊക്കേഷൻ കാണിക്കുന്നത്. അങ്ങനെ ആ ഒരു ലൊക്കേഷൻ ട്രേസ് ചെയ്തിട്ട് അവര് ആദ്യം തേടി പോകുമ്പോൾ അതൊരു ചെറിയ കുഞ്ഞു വീട്ടിലേക്ക് ചെന്നെത്താണ്. നോക്കുമ്പോൾ ഒരു ചെറിയ പയ്യന്റെ കയ്യിലാണ് ആ ഫോണുള്ളത്. അപ്പോൾ ശിവ ചോദിക്കുന്നുണ്ട് അല്ല മോനെ നിന്റെ കയ്യിൽ എങ്ങനെയാണ് ഈ ഫോൺ വന്നത്? അപ്പോൾ അവൻ പറയുന്നുണ്ട് സാറേ ഞാനൊരു വലിയ വീടിന്റെ അരികിലൂടെ പോകുമ്പോൾ അവിടെ കിടന്നതാ. അവിടെ ആരെയും കാണാതായപ്പോൾ ഞാൻ എടുത്തിട്ട് വന്നതാ. എന്നാൽ ആ വീട് മോനൊന്ന് കാണിച്ചു തരുമോ? അങ്ങനെ ആ ഒരു വലിയ പാലസ് പോലത്തെ ഒരു വീട്ടു മുമ്പിലേക്ക് അവൻ നമ്മുടെ ശിവയും ടീമിനെ കൂട്ടിക്കൊണ്ടു പോകണം. അപ്പോൾ ആ വീടിന്റെ വാച്ച്മാനോട് ആ വീട്ടിലെ ഓണറെ കുറിച്ച് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത് സാറേ ഈ വീടിന്റെ മുതലാളി അങ്ങനെ കാനഡയിൽ സെറ്റിൽ ആയതാ. വർഷത്തിൽ 1-2 പ്രാവശ്യം വന്നു കുറച്ച് ദിവസം നിന്നിട്ട് വീണ്ടും പോകും. ബാക്കിയുള്ള സമയത്തൊക്കെ ഈ വീട് ഞാൻ തന്നെയാണ് നോക്കുന്നത്. വീട്ടിലെ ക്ലീനിങ് തോട്ടത്തിലെ പണി എല്ലാം ഞാൻ തന്നെയാ. അപ്പൊ ശിവ അല്ല ഈ വീട്ടിലേക്ക് വേറെ ആരെങ്കിലും താനല്ലാതെ വരാറുണ്ടോ? ഞങ്ങൾക്ക് CCTVയുടെ വിഷ്വൽ ഒന്ന് ചെക്ക് ചെയ്യണല്ലോ. അപ്പൊ അങ്ങേര് പറയുന്നുണ്ട് സാറേ ഒരാൾ വരാറുണ്ട്. അല്ല അതാരാ? അത് സാറേ എന്റെ മുതലാളിയുടെ ഫ്രണ്ടാ. അങ്ങനെ അയാൾ വന്നു കഴിഞ്ഞാൽ ഞാൻ മുതലാളി വിളിച്ചു ചോദിക്കും. അപ്പോൾ മുതലാളി സമ്മതിച്ചാൽ മാത്രമേ ഞാൻ ഉള്ളിലേക്ക് കടത്തിവിടാറുള്ളൂ. അയാൾ കാറിലാണ് ഉള്ളിലേക്ക് പോവാറ്.
പിന്നീട് ഞാൻ അയാളെ ഫോളോ ചെയ്യാറൊന്നുമില്ല. എന്നിട്ട് നമ്മുടെ റാണിയില്ലേ, റാണിയുടെ ഫോട്ടോ കാണിച്ചിട്ട് അല്ല ഇയാളാണ് ഇങ്ങോട്ട് വരാറില്ലെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് അതെ സാറേ ഇങ്ങനെ തന്നെയാ. അങ്ങനെ ആ വീടിന്റെ വാതിലൊക്കെ തകർത്തിട്ട് ഉള്ളിലേക്ക് പോയിട്ട് എന്തെങ്കിലും എവിഡൻസ് വല്ലതും കിട്ടുമോ നോക്കുകയാണ്. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഇവിടെ വെച്ച് എന്തോ ക്രൈം നടന്നിട്ടുണ്ട്. കാരണം ഇവിടെ പല സാധനങ്ങളും പൊട്ടി തകർന്നിട്ടുണ്ട്. പല ഭാഗത്തും ആരുടെയൊക്കെയോ രക്തത്തുള്ളിയുണ്ട്. എന്നാൽ അവരാ രക്തത്തുള്ളിയൊക്കെ ക്ലീൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ നമുക്ക് ഫോറൻസിക് ടീമിനെ ഉടനെ വിളിക്കണമല്ലോ. അങ്ങനെ ടീമിനെ വിളിക്കുന്നതിന് മുൻപ് ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് വീണ്ടും തേടി നോക്കുമ്പോൾ അവർക്ക് അവിടെ നിന്ന് ഒരു മെമ്മറി കാർഡ് കിട്ടുകയാണ്. അതേ സമയത്താണ് കൺട്രോൾ റൂമിൽ നിന്ന് ഒരു കോള് നമ്മുടെ ശിവയ്ക്ക് വരുന്നത്. അതായത് ആ ഒരു ഏരിയയിൽ നിന്ന് കുറച്ച് ദൂരെയായിട്ട് ഒരു പെൺകുട്ടിയുടെ ബോഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ശിവയും ടീമും ആ ഒരു ഏരിയയിലേക്ക് പോയി നോക്കുമ്പോൾ ആ ഒരു മരണപ്പെട്ട പെൺകുട്ടിയില്ലേ അത് വേറെ ആരുമല്ല, ഇവര് തേടിക്കൊണ്ടിരിക്കുന്ന ആദ അവള് തന്നെയാണ്. അല്ല ഇവളീ പാര കൊലപ്പെടുത്തിയേ. എന്നാൽ അവളുടെ ബോഡിയിൽ നിന്ന് വല്ലാതെ സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. അതായത് ആദ കൊലപ്പെട്ടിട്ട് 2-3 ദിവസം എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആദയല്ല റാണയെ കൊലപ്പെടുത്തിയ. ഈ കേസിൽ മറ്റെന്തോ സംഭവം നടന്നിട്ടുണ്ടല്ലോ. അങ്ങനെ ആ ഒരു ബംഗ്ലാവിൽ നിന്ന് ഒരു മെമ്മറി കാർഡ് കിട്ടിയില്ലേ, അതിലെന്താ ഉള്ളതെന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിൽ റാണിയുടെ വിഷ്വലാണ്. അയാൾ തന്നെ സ്വന്തം വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഇതുവരെ ഞാനൊരു ലൈഫിൽ കുറേയധികം പെൺകുട്ടികളുടെ അതുപോലെ പയ്യന്മാരുടെയൊക്കെ പ്രൈവറ്റ് വീഡിയോസ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്തത്. കാരണം അതുപോലൊരു സംഭവം ഇവിടെ നടക്കാൻ പോവാ. അങ്ങനെ അവൻ ആരെയോ കാത്തു നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ആദ വരുന്നത്. അപ്പോൾ അവനാണെങ്കിൽ ആഹാ നീ പറഞ്ഞ ടൈമിന് വന്നല്ലോ, ഡ്രസ്സും കൊള്ളാട്ടാ, പിന്നെ നിനക്ക് വേണ്ടിയിട്ടാ ഇത്തിരി ലക്ഷറിയസ് ആയിട്ടുള്ള ഈ ഒരു ഗസ്റ്റ് ഹൗസ് റെഡി ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഈവനിങ് കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് മാറ്റണ്ടേ. അപ്പോൾ ആദ്യം പിന്നെന്താ നമുക്ക് മാറ്റി കളയാന്ന്. അങ്ങനെ ആദയ്ക്ക് റാണ മദ്യം കൊടുക്കാൻ നോക്കുമ്പോൾ അവള് പറയുന്നുണ്ട് ഞാൻ ഒഴിച്ചേരാന്ന്. അങ്ങനെ അവള് മദ്യം ഒഴിക്കുമ്പോൾ നമ്മുടെ റാണയാണെങ്കിൽ സിഗരറ്റ് വലിക്കാറുണ്ട്. എന്നാൽ എവിടെയാ സിഗരറ്റ് വെച്ചെന്ന് ഓർമ്മയില്ല. അപ്പോൾ അതെടുക്കാൻ പോകുമ്പോൾ ആ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ആദയില്ലേ റാണക്ക് ഒഴിച്ചു വെച്ച ആ ഒരു മദ്യത്തിൽ മാത്രം എന്തോന്ന് മിക്സ് ചെയ്യാണ്. അങ്ങനെ അവൻ തിരിച്ചു വന്നിട്ട് ആ ഒരു ഡ്രിങ്ക്സ് എടുത്ത് കഴിക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു മദ്യം പതിയെ ഉള്ളിൽ പോയപ്പോൾ പതിയെ അവന്റെ ബോധം മങ്ങുന്നുണ്ട്. അപ്പോൾ അവനും ഞാൻ ഇതിലും കൂടുതൽ അടിക്കുന്ന ഇതെനിക്ക് എന്താ പറ്റുന്നേ, നീ എന്താണ് ഇതിൽ കലക്കിയേ. അപ്പോൾ അതാ താൻ എന്താ കരുതിയേ, നിന്നെ പോലെ കുറെ എണ്ണത്തിന് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നിന്റെ കയ്യിൽ എൻ്റെ ഒരു എവിഡൻസ് ഇല്ലേ, അത് വെച്ച് ആര് ബ്ലാക്ക് മെയിൽ ചെയ്താലും അവൻ ഒരിക്കലും മാത്രമല്ല ഇതുപോലെ പ്രൈവറ്റ് ആയിട്ട് വിളിപ്പിക്കുക. പിന്നെയും അവന് വേണം തോന്നും. അതുപോലെ നീയും ഉറപ്പായിട്ടും എന്നെ വീണ്ടും വിളിപ്പിക്കും. അപ്പോൾ നിന്നെ ജീവനോടെ ഞാൻ വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാനാണ് വലിയ പ്രശ്നത്തിൽ കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ എൻ്റെ ലൈഫ് തകർക്കാൻ എനിക്ക് താല്പര്യമില്ല. അതും പറഞ്ഞിട്ട് അവൻ്റെ തലയടിച്ച് പൊട്ടിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ആവുന്നുണ്ട്. അപ്പോൾ അവസാനം അവള് കയ്യിലൊരു കമ്പി എടുത്തിട്ട് അവൻ്റെ നേരേക്ക് വരുമ്പോൾ റാണയും കയ്യിലൊരു ചെയറുമായിട്ട് അവളുടെ നേരേക്ക് വരികയാണ്. അങ്ങനെ ആ ഒരു ഫൈറ്റിൽ രണ്ടുപേർക്കും നല്ല പരിക്ക് പറ്റിയിട്ട് താഴെ വീണ് പോവാണ്. അപ്പോൾ ആ ഒരു വിഷ്വൽസ് കണ്ടപ്പോൾ നമ്മുടെ ശിവക്കൊരു ഡൗട്ട്, ഇനിയിപ്പോൾ ഇങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാൻ ശ്രമിച്ചപ്പോൾ മരണപ്പെട്ടതായിരിക്കുമോ. എന്നാൽ അപ്പോഴാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ബോധം കെട്ട റാണയില്ലേ അവൻ മാത്രം കണ്ണുറക്കുന്നത്. അപ്പോൾ മയക്കിടക്കുന്ന ആദയോട് നീ എന്നെ കൊല്ലാൻ വന്നതല്ലേ, അതിനു മുമ്പ് നീ ചത്തുപോടിയെന്ന് പറഞ്ഞിട്ട് അവളെ മൃഗീയമായിട്ട് കൊന്നു കളഞ്ഞതാണ്. അപ്പോൾ അവർക്ക് വ്യക്തമായിട്ടുണ്ട് ആദ്യം കൊലപ്പെടുത്തിയത് റാണയാണ്. അങ്ങനെയാണെങ്കിൽ റാണയെ കൊലപ്പെടുത്തിയത് ഇനിയിപ്പോൾ ആരായിരിക്കും. അപ്പോഴാണ് അടുത്ത സീനിൽ ഇതുവരെ ക്രൈം ബ്രാഞ്ചിന് നമ്മുടെ കോടതി അനുവദിച്ച സമയം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഹിയറിംഗിന് വിളിക്കുമ്പോൾ മീഡിയാസ് ചോദിക്കുന്നുണ്ട് ഇതുവരെ എന്തെങ്കിലും കണ്ടുപിടിച്ചോ. എന്നാൽ കൂടുതലൊന്നും പറയാതെ നേരെ കോടതിയിലേക്ക് വരികയാണ്. അപ്പോൾ ഗവൺമെന്റ് വക്കീല് ഹീറോയിൻ പൂജയോട് പറയുന്നുണ്ട് നിങ്ങൾ തന്നെയാണ് റാണയെ കൊലപ്പെടുത്തിയതെന്ന്, നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് അടക്കം പല എവിഡൻസും കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് സമ്മതിച്ചാൽ മതി, എന്തിനാ ചെയ്തെന്ന് പറഞ്ഞാൽ മതി. എന്നാൽ അപ്പോൾ നമ്മുടെ ഹീറോയിന്റെ വക്കീലില്ലേ അവർ പറയുന്നുണ്ട് ശരിയാണ്, പൂജയുടെ ഫിംഗർ പ്രിന്റും എവിഡൻസും വെച്ചിട്ട് അവളെ വീട്ടിൽ പോയി കൺഫേം ചെയ്യാൻ പറ്റും. എന്നാൽ ഇവളാണ് റാണയെ കൊലപ്പെടുത്തിയെന്ന് തെളിയിക്കാൻ വേറെ എന്തെങ്കിലും സ്ട്രോങ് ആയിട്ട് എവിഡൻസ് ഉണ്ടോ. പല ആവശ്യങ്ങൾക്കും പലർക്കും പലരെയും കാണാൻ പോയിക്കൂടെ. ഈ ഒരു ക്രൈം അന്വേഷിച്ച പോലീസിന്റെ കയ്യിൽ പൂജയാണ് ഈ കൊലപാതകം ചെയ്തതെന്ന് തെളിയിക്കുന്ന ഒരു എവിഡൻസും ഇല്ല. റാണയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധവും ഇതുവരെ പോലീസ് കണ്ടെത്തിയിട്ടില്ല. അങ്ങനെ സ്ട്രോങ് ആയ ഒരു എവിഡൻസ് ഇല്ലാതെ എങ്ങനെയാണ് ഇവളാണ് കൊലപ്പെടുത്തിയെന്ന് അങ്ങ് സ്ഥിരീകരിക്കാൻ പറ്റുക. അപ്പോൾ ഗവൺമെന്റ് വക്കീല് അതിന് ഓൾറെഡി പോലീസ് ചോദ്യം ചെയ്തപ്പോൾ പൂജ അവള് തന്നെ പറഞ്ഞിട്ടുണ്ട് അവൾ ഈ കൊലപാതകം ചെയ്തെന്ന്. അതിന്റെ വിഷ്വൽസ് പോലീസ് റെക്കോർഡും ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടില്ലേ. അപ്പൊ വക്കീല് അതിന് പൂജ മാത്രമല്ല അവളുടെ ഹസ്ബൻഡ് ഗൗതം സമ്മതിച്ചല്ലേ അയാളും കൊലപ്പെടുത്തിയെന്ന്. അതായത് ഒരു ഭാര്യ ചെയ്യാത്ത കുറ്റത്തിൽ കുടുങ്ങാന്ന് ഭയക്കുമ്പോൾ ഹസ്ബൻഡ് അവളെ രക്ഷപ്പെടുത്താനായിട്ട് കുറ്റം സമ്മതിക്കുന്നതും ഹസ്ബൻഡ് കുടുങ്ങുന്ന ഭയക്കുമ്പോൾ ഭാര്യ കുറ്റം സമ്മതിക്കുന്നതും ഇത് നോർമലല്ലേ. പിന്നെ സാറേ നിങ്ങൾക്കൊരു കാര്യം അറിയാലോ, ഇനിയിപ്പോൾ ഒരാൾ സമ്മതിക്കാണ് ഞാനാണ് കൊലപാതകം ചെയ്തതെന്ന്. അങ്ങനെയാണെങ്കിൽ പോലും വ്യക്തമായിട്ടുള്ള എവിഡൻസ് ഇല്ലെങ്കിൽ അയാളെ കുറ്റവാളിയായിട്ട് സ്ഥിരീകരിക്കാനും പറ്റില്ല, ഒരു ശിക്ഷയും കൊടുക്കാനും പറ്റില്ല. ആ ഒരു നിയമത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലെന്നുണ്ടോ. അപ്പോൾ ഗവൺമെന്റ് വക്കീല് മറുത്തൊന്നും പറയുന്നില്ല. ജഡ്ജി ചോദിക്കുന്നുണ്ട് പോലീസിന് എന്തെങ്കിലും പറയാനുണ്ടോ, നിങ്ങൾ ഈ പെൺകുട്ടിയാണ് കൊലപ്പെടുത്തിയെന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് കണ്ടെത്തിയിട്ടുണ്ടോ. അപ്പോൾ നമ്മുടെ ശിവ പറയുന്നുണ്ട് ഇല്ല സാറേ, കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധം അതും കണ്ടെത്തിയിട്ടില്ല സാറേ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഈ കേസ് ശരിക്കും അന്വേഷിച്ചിട്ട് റാണയെ യഥാർത്ഥത്തിൽ ആരാ കൊലപ്പെടുത്തിയെന്ന് ആധാരത്തോടെ
എവിഡൻസോടെ കണ്ടുപിടിക്കാൻ നോക്ക്. ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല. അങ്ങനെ അവസാനം നമ്മുടെ പൂജയില്ലേ, അവൾക്കെതിരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എവിഡൻസും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ കോടതി അവള് നിരപരാധിയാണെന്ന് വിധി പാസ്സാക്കാണ്. കുറെ നാളിന് ശേഷം പൂജയ്ക്കും അതുപോലെ ഗൗതമിനും സമാധാനാവുന്നുണ്ട്. അങ്ങനെ ജയിച്ച സന്തോഷത്തില് അവർ പുറത്തേക്ക് വരുമ്പോൾ മീഡിയാസ് ചുറ്റി വളഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ പൂജ കാലത്തേക്ക് വീഴാൻ പോകുമ്പോൾ നമ്മുടെ ശിവയില്ലേ അവളെ സപ്പോർട്ട് ചെയ്ത് പിടിച്ചിട്ട് അവളുടെ മകളുടെ മുടിയിൽ ഈ മുടിയൊക്കെ പിന്നി കിട്ടുന്ന ഒരു സൂചിയില്ലേ അത് പിൻ ചെയ്ത് കൊടുക്കാണ്. അത് കണ്ടപ്പോൾ പൂജ അവള് ഷോക്കായി പോകുന്നുണ്ട്. അതുപോലെ അവളുടെ മുഖത്തൊരു ചിരിയും വരികയാണ്. അങ്ങനെ ആ ഒരു സൂചിയില്ലേ അത് മകളുടെ തലയിൽ നിന്ന് അവള് കയ്യിലെടുത്തിട്ട് അവിടുന്ന് പതിയെ നടന്നു പോവാണ്. അപ്പോഴാണ് ശരിക്കും എന്താണ് സംഭവിച്ചെന്നുള്ള ആ ഒരു ഫ്ലാഷ് ബാക്ക് നമ്മൾ കാണുന്നത്. അതായത് റാണ വലിയ പ്രതീക്ഷയോടെ ആദ്യം വിളിച്ചു വരുത്തിയിട്ട് അവസാനം അവളെ തന്നെ കൊലപ്പെടുത്തേണ്ടി വന്നില്ലേ. അപ്പോൾ ആ ഒരു നിരാശയില് തന്റെ വീട്ടിലേക്ക് വന്ന ശേഷം നമ്മുടെ പൂജ വിളിച്ചിട്ട് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ പ്രൈവറ്റ് വീഡിയോ ഇല്ലേ അത് വേണ്ടേ, നിങ്ങളുടെ സംശയം മാറണമെങ്കിൽ മതി. അപ്പോൾ പൂജ അങ്ങോട്ട് പോയപ്പോൾ ആ ഒരു വിഷ്വലില്ലേ അവൻ പ്ലേ ചെയ്യാണ്. ആ ഒരു കാഴ്ച കണ്ടപ്പോൾ അവള് വല്ലാതെ ഷോക്കായി പോകുന്നുണ്ട്. അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്, വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. എന്നാൽ അപ്പോഴാണ് റാണയുടെ ഉള്ളിലുള്ള ആ ഒരു കാമപ്രാന്തം പുറത്തു വരുന്നത്. അവൻ പിന്നാലെ വന്നിട്ട് പൂജയുടെ മേലെ കൈവയ്ക്കാണ്. നിന്റെ ഹസ്ബൻഡ് നിന്നെ ചതിച്ചില്ലേ, അതുപോലെ ഹസ്ബൻഡിന് നമുക്കൊരു പണി കൊടുക്കണ്ടേ. അപ്പോൾ ദേഷ്യം വന്ന അവള് ശരീരത്തിന് കൈയെടുക്കണമെന്ന് പറഞ്ഞിട്ട് അയാൾ അടിക്കാണ്. എന്നാൽ അയാൾ വെറുതെ വെക്കോ, അയാളും തിരിച്ചുപദ്രവിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരുടെ ഫയറിനിടയിലാണ് അവളുടെ കയ്യിൽ ആ ഒരു മുറിവ് പറ്റുന്നത്. അപ്പോൾ വല്ലാതെ ദേഷ്യം വന്ന അവളില്ലേ അവളുടെ തലയിൽ കുത്തിയിട്ടുണ്ടായിരുന്ന ആ ഒരു സ്ലൈഡ് ഊരിയിട്ട് അവനെ കുത്തി കുത്തി കൊന്നുകളയാണ്. അങ്ങനെ വല്ലാതെ പേടിച്ചിട്ട് അവളോട് നിന്ന് ഓടി രക്ഷപ്പെട്ടതാണ്. ആ ഒരു ക്രൈം സംഭവിച്ച ഉടൻ തന്നെ നോർമൽ പോലീസ് ഈ കേസ് അന്വേഷിച്ചതാണ്. എന്നാൽ അവൾക്ക് ആ ഒരു സ്ലൈഡ് കിട്ടിയിരുന്നില്ല. എന്നാൽ അവസാനം നമ്മുടെ ക്രൈം ബ്രാഞ്ച് ഓഫീസർ ശിവയിലെ അങ്ങേർക്കാണ് ആ സൂചി കിട്ടുന്നത്. എന്നാൽ ശിവക്ക് ആ കാര്യം നേരത്തെ മനസ്സിലായതാണ്. കാരണം പൂജ തന്നെയാണ് കൊലപ്പെടുത്തിയത്. എന്നാൽ എന്തിനു വേണ്ടിയിട്ടാണ് കൊലപ്പെടുത്തിയിട്ടുണ്ടാവുക അത് വ്യക്തമാണല്ലോ. അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു കേസ് അന്വേഷിച്ചതും അവസാനം നമ്മുടെ പൂജ ആ ഒരു കൊലപാതകം ചെയ്തത് അവളുടെ നിസ്സഹായ അവസ്ഥയിലാണെന്നും സ്വയം രക്ഷകാണെന്ന് മനസ്സിലായപ്പോൾ നമ്മുടെ ശിവയുടെ കയ്യിൽ സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് കിട്ടിയിട്ടും അവളെ നിയമത്തിന് മുൻപിൽ കുരുക്കാതെ രക്ഷപ്പെടുത്തി വിട്ടതാണ്. അതായത് റാണയെ പോലെ ഒരുത്തനെ കൊണ്ട് പല സ്ത്രീകളുടെയും ജീവിതം നശിക്കാൻ സാധ്യതയില്ലേ. അപ്പൊ അങ്ങനെ ഒരുത്തൻ ഉള്ളതിലും നല്ലത് ഇല്ലാത്തത് തന്നെ. ഇതോടുകൂടി ഈ ഒരു കഥ ഇവിടെ അവസാനിക്കാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു കുറ്റാന്വേഷണവും ഓരോ എവിഡൻസുകൾ തേടി പോകുന്നതൊക്കെ? നോർമലി നമ്മൾ കണ്ടുവരുന്ന പോലെ കുറേയധികം ട്വിസ്റ്റുകളിലൂടെ ചുറ്റി പറഞ്ഞ കഥയൊന്നുമല്ല. എന്നാൽ നമ്മുടെ സൊസൈറ്റിയിൽ പല സ്ഥലത്ത് സംഭവിക്കുന്ന അത്യാവശ്യം ട്വിസ്റ്റൊക്കെ ഉണ്ടായിരുന്ന നല്ലൊരു കഥയായിരുന്നില്ലേ. അപ്പോൾ ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോയ്ക്ക് ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. കുറച്ച് നാളായിട്ട് നിങ്ങളുടെ ലൈക്ക് വളരെ കുറവാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്ക് ലൈക്കിലൂടെ മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ മറ്റൊരു ഇതിലും അടിപൊളി എക്സൈറ്റിംഗ് കഥയായിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.